ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ദിശ. നമ്മൾ ലിറ്റററി തിയറീൻ്റെ പാർട്ട് 2 സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റഷ്യൻ ഫോർമുലിസം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള തിയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒറിജിൻ പറഞ്ഞു. അതുപോലെ തന്നെ അതും ആ ന്യൂ ക്രിറ്റിസം പിന്നെ റഷ്യൻ ഫോർമുലിസം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, സിമിലാരിറ്റീസ് പറഞ്ഞു, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ ക്രിറ്റിസം ആണ്. അത് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറയും. ന്യൂ ക്രിറ്റിസം നോക്കാം. ഒറിജിൻ എമേർജ്ഡ് ഇൻ ദ ഏർലി 20th century, ഡോമിനേറ്റഡ് അണ്ടിൽ ദ ഏർലി 1960s, 1920s to 1960s. ഇതാണ് അതിൻ്റെ ഒരു കാലയളവ്. ഇനി ദ ടേം ന്യൂ ക്രിറ്റിസം ആരാണ് കോയിൻ ചെയ്തത്? ജോയൽ സ്പിൻഗാൺ ഇൻ ഹിസ് 1911 ലെക്ചർ ന്യൂ ക്രിറ്റിസം. അത് കോയിൻ ചെയ്ത ആളെ നെയിം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ആരാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്? പോപ്പുലറൈസ്ഡ് ബൈ ജോൺ ക്രോ റാൻസം ഇൻ ഹിസ് ബുക്ക് ന്യൂ ക്രിറ്റിസം 1941. അപ്പം ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ട ഒരു നെയിം ഏതാണ്? ജോൺ ക്രോ റാൻസം. കാരണം ആളാണ് അത് ഫേമസ് ആക്കിയത് ആ വേർഡ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് കീ കോൺസെപ്റ്റ്സ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. കീ കോൺസെപ്റ്റ്സിൽ വരുന്നത് ഫസ്റ്റ് പ്രാക്ടിക്കൽ ക്രിറ്റിസം ആണ്. എന്താണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം? പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഫോക്കസ് ഓൺ ക്ലോസ് റീഡിംഗ് ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിന്റെ ക്ലോസ് റീഡിങ്ങിലാണ് ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തായിരുന്നു ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അനലൈസിങ് എ ടെക്സ്റ്റ്. എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? ലാംഗ്വേജും അതിൻ്റെ സ്ട്രക്ചറും മാത്രം നോക്കുക. ടെക്സ്റ്റിലുള്ള ലാംഗ്വേജും സ്ട്രക്ചറും മാത്രം നോക്കുക. ഓക്കെ, എക്സ്ക്ലൂഡിങ് എന്ത്? ഓതർ, ആരാണ് എഴുതിയത്, അതുപോലെ തന്നെ ആ ഓതറിന്റെ ബയോഗ്രാഫി നോക്കുന്നില്ല. അതുപോലെ തന്നെ അത് എഴുതിയ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ടെക്സ്റ്റിന്റെ സ്ട്രക്ചറും ടെക്സ്റ്റിന്റെ ലാംഗ്വേജും മാത്രം നോക്കിയിട്ട് അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്ലോസ് റീഡിങ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്തിവിടെ ഉദ്ദേശിച്ചത്? പ്രാക്ടിക്കൽ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസം ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഐ.എ. റിച്ചാർഡ്സ് ആണ്, എ ബ്രിട്ടീഷ് ക്രിട്ടിക് ആൻഡ് സ്കോളർ. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഹിസ് ബുക്ക് പ്രാക്ടിക്കൽ ക്രിറ്റിസം 1929. ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ബുക്കിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക, അതിൻ്റെ ഡേറ്റും ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, based on experiments conducted at Cambridge University, where students analyzed text without any prior information about them. ഇനി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കുട്ടികൾക്ക് എന്ത് കൊടുത്ത്? കുറച്ച് ടെക്സ്റ്റ് ഐ.എ. റിച്ചാർഡ്സ് കൊടുത്ത്, എന്നിട്ട് അത് ആരാ എഴുതിയെന്ന് പറഞ്ഞില്ല, അത് എഴുതിയ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഒന്നും പറഞ്ഞില്ല, എന്നിട്ട് അത് അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ഇതിന് ബേസ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്, ഞാൻ വെറുതെ കൊടുത്തതാ. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. അതാരാണ് കോയിൻ ചെയ്തത്? ടി.എസ്. എലിയറ്റ് ആണ്. എ പോയിറ്റ് ഷുഡ് സെപ്പറേറ്റ് പേഴ്സണൽ ഫീലിങ്സ് ഫ്രം പോയട്രി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പോയിറ്റ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ് ഒരിക്കലും പോയട്രിയിൽ കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായോ? കമ്പയർഡ് പോയട്രി ക്രിയേഷൻ ടു എ കെമിക്കൽ റിയാക്ഷൻ where the poet acts like a catalyst unchanged in the process. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം നമുക്കറിയാം അവിടെ കെറ്റാലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. കെറ്റാലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ ഒരു റിയാക്ഷനിൽ എന്താ പറയുക, ഒരു മാറ്റവും സംഭവിക്കാതെ അവിടെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ ഉള്ള ഒരു സംഭവമാണ് കെറ്റാലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കെറ്റാലിസ്റ്റിനോട് ആരെയാണ് ഉപമിച്ചത്? പോയിറ്റിനെ. ആള് പറയാണ് പോയിറ്റ് ആക്ട്സ് ലൈക്ക് എ കെറ്റാലിസ്റ്റ്. കാരണം എന്തുകൊണ്ടാണ്? പോയിറ്റ് അതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പോയിറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിട്രി എഴുതുക, ജസ്റ്റ് എഴുതുക എന്നുള്ളത് മാത്രമാണ്, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ് അതിൽ ആഡ് ചെയ്യരുത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് പോയിന്റ്, എംഫസൈസസ് ആർട്ട് ഫോർ ആർട്ട് സേക്ക്. അതിൻ്റെ മീനിങ് എന്താണ്? ദ ടെക്സ്റ്റ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ. ടെക്സ്റ്റ് അത് ഒറ്റയ്ക്ക് തന്നെ സ്റ്റാൻഡ് ചെയ്യും. ഒരു ഓട്ടോണോമസ് പവറാണ് ടെക്സ്റ്റിന് ഇവിടെ കൊടുക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കൂ, മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ക്ലോസ് റീഡിങ്. നമ്മൾ ആ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൽ പറഞ്ഞാണ് എന്താണ് ക്ലോസ് റീഡിംഗ് എന്നുള്ളത്. ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഹൗ എ ടെക്സ്റ്റ് വർക്ക്സ്. എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക?
എങ്ങനെയാണ് അതൊക്കെയാണ് ക്ലോസ് റീഡിങ്ങിലൂടെ പറയുന്നത്. അസോസിയേറ്റഡ് വിത്ത് ഐ.എ. റിച്ചാർഡ്സ് ഏത് ടെക്സ്റ്റിലാണ്? പ്രാക്ടിക്കൽ ക്രിറ്റിസം 1929 ആൻഡ് വില്യം എംസൺ ദ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി 1930. അപ്പോൾ ക്ലോസ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാളാണ് ഐ.എ. റിച്ചാർഡ്സും അതുപോലെ തന്നെ വില്യം എംസൺ. അപ്പോൾ ആളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി 1930. അത് ആലോചിച്ച് വെക്കുക. ദെൻ ആൻഷ്യൻ റൂട്ട്സ്. ഈ ക്ലോസ് റീഡിങ്ങിൽ ഒരു ആൻഷ്യൻ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റോമൻ റെട്ടറിഷ്യൻ ക്വിന്റിലിയൻ ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷ്യോ ഒറേറ്റോറിയോ. ആ ടെക്സ്റ്റിൽ ആദ്യം പണ്ട് നമുക്ക് 95 AD ആര് ക്വിന്റിലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിങ്കർ ഉണ്ട്. ആള് ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ക്ലോസ് റീഡിങ്ങിനെ കുറിച്ചിട്ട്. ഇനി നാലാമത്തെ കോൺസെപ്റ്റ് എന്താണ്? ഓട്ടോടെലിക് ടെക്സ്റ്റ്. ഓട്ടോടെലിക് ടെക്സ്റ്റ് ആരാണ് കോയിൻ ചെയ്തത്? T.S. Eliot ആണ്. A text is self-sufficient and holds meaning within itself, independent of the author or historical context. പറഞ്ഞ തന്നെ പറയാണ്. ഈ T.S. Eliot പറയാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഓക്കെ, സെൽഫ് സഫിഷ്യൻ്റ് ആണ്. വേണ്ടി അതിൻ്റെ ഉള്ളിൽ അതിന് മാത്രമുള്ള കാര്യമുണ്ട്. അതിന് ഓതറിൻ്റെ ബയോഗ്രഫിയും ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റും ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഹോൾഡ്സ് മീനിങ് വിത്തിൻ ഇറ്റ് സെൽഫ്. മനസ്സിലായോ? നെക്സ്റ്റ്, ന്യൂ ക്രിറ്റിസത്തിലെ കീ ഫിഗേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇർവിംഗ് ബാബിറ്റ്, ജോൺ ക്രോ റാൻസം, F.R. ലീവിസ്, എലൻ ടേറ്റ്, റോബർട്ട് പെൻ വാറൻ, ക്ലെൻത്ത് ബ്രൂക്സ്, വില്യം എംസൺ, വില്യം കെ വിംസെറ്റ്, മാർഷൽ മെക്ലുവൻ, ഡാനിയൽ മൻഡൽസൺ. ഓക്കെ, ഇത്രയും കീ ഫിഗേഴ്സ് ആണ് ഇതിലുള്ളത്. ഇതെന്തായാലും ഒന്ന് മൈൻഡിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഓർഡറിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതിൽ ഏതാണ് ന്യൂ ക്രിട്ടിക് അല്ലാത്തത്, ഇതിൽ ആരൊക്കെയാണ് ന്യൂ ക്രിട്ടിക്സ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇതിൽ നിന്ന് എന്തായാലും ഈ ലിസ്റ്റിൽ നിന്ന് ആൾ വരും. അപ്പം അത് നോക്കി വെക്കുക ലിസ്റ്റ്. നെക്സ്റ്റ്, ജോൺ ക്രോ റാൻസം. ആളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ കീ വർക്ക് എന്ന് പറഞ്ഞാൽ Poems About God 1919, a poetry collection praised by Robert Graves and Robert Frost. റോബർട്ട് ഫ്രോസ്റ്റിനെയും റോബർട്ട് ഗ്രേവ്സിനെയും പ്രേസ് ചെയ്തിട്ട് എഴുതിയ ഒരു പോയിട്രി കളക്ഷനാണ് Poems About God 1919. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ പോയത്തിൽ ജോൺ ക്രോ റാൻസം ഏതൊക്കെ റൈറ്റേഴ്സിനാണ് പ്രേസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? റോബർട്ട് ഗ്രേവും റോബർട്ട് ഫ്രോസ്റ്റും. ഇനി നെക്സ്റ്റ് വർക്ക് നോക്കുക. ന്യൂ ക്രിറ്റിസം 1941, ആൻ ഇൻഫ്ലുവൻഷ്യൽ എസ്സേ ദാറ്റ് പോപ്പുലറൈസ് ദ ടേം. ആ ടേം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഏത്? ന്യൂ ക്രിറ്റിസം. ഇനി നെക്സ്റ്റ് നോക്കൂ. ക്രിറ്റിസിസം ആസ് പ്യുവർ സ്പെക്കുലേഷൻ 1941 എക്സ്പ്ലോർസ് ഐഡിയാസ് ഓൺ ലിറ്റററി ക്രിറ്റിസം. ഇനി നെക്സ്റ്റ് നോക്കൂ. പോയിട്രി എ നോട്ട് ഓൺ ഓണ്ടോളജി 1942 focuses on nature of poetry. നെക്സ്റ്റ്, കീ കോൺസെപ്റ്റ്സ് നോക്കൂ. ഈ വർക്ക്സ് ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ മൈൻഡിൽ അവിടെ സെറ്റ് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പം തന്നെ സെറ്റ് ചെയ്യുക. പഠിക്കുന്നേരം അപ്പം തന്നെ എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി ഞാൻ ഇതിന് കോഡ് വെക്കാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഇതിന് കോഡ് വെക്കേണ്ടി വരും. അപ്പം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കോഡ് മിക്സ് ആയിട്ട് ഇനി കോഡ് മറന്നു. കോഡ് ഓർമ്മ ഉണ്ടാവും, പക്ഷെ അത് ആരാ അത് എഴുതിയെന്നുള്ള സാധനം മറന്നുപോയാൽ പിന്നെ എന്തിനാ കോഡ് വെക്കുന്നത്? അതുകൊണ്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഒക്കെ വരുമ്പം, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള റൈറ്റേഴ്സ് വരുമ്പം കോഡ് ഉണ്ടാക്കുക. അല്ലാണ്ട് എല്ലാവർക്കും കോഡ് ഉണ്ടാക്കിയാൽ അത് കൺഫ്യൂഷൻ ആവും. കീ കോൺസെപ്റ്റ്സ് നോക്കാം. ജോൺ ക്രോ റാൻസം നോക്കൂ. ഫസ്റ്റിൽ വരുന്നത് ഒരു എഡിറ്റോറിയൽ വർക്ക് ഉണ്ടായിരുന്നു. ഏതാണ്? ഫസ്റ്റ് എഡിറ്റർ ഓഫ് ദ കെനിയൻ റിവ്യൂ. കെനിയൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ വർക്ക് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ ആണ് ആര്? ജോൺ ക്രോ റാൻസം. ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ സദേൺ ലിറ്റററി ഗ്രൂപ്പ് ഫ്യൂജിറ്റീവ്സ് ആൻഡ് എഡിറ്റർ ഓഫ് ദ ജേണൽ ഫ്യൂജിറ്റീവ്. ഇനി ഒരു സദേൺ ലിറ്റററി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു സാഹിത്യ ഗ്രൂപ്പ്. ഓക്കെ, എല്ലാവരും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ്. എന്താണ് ആ ഗ്രൂപ്പിന്റെ നെയിം? ഫ്യൂജിറ്റീവ്സ് എന്നാണ്. ആൻഡ് എഡിറ്റർ ഓഫ് ദ ജേണൽ, അവർക്കൊരു ജേണൽ ഉണ്ടായിരുന്നു. എന്താണ്? ഫ്യൂജിറ്റീവ് തന്നെ നെയിം. അതിന്റെ എഡിറ്ററും കൂടെ ആയിരുന്നു ആര്? ജോൺ ക്രോ റാൻസം. ക്രിട്ടിക്കൽ വ്യൂസ് നോക്കൂ.
Criticism should be objective and focus on the autonomy of the literary work. Advocated for systematic scientific criticism. ആളും ഇത് തന്നെയാണ് പറയുന്നത്. ക്രിറ്റിസിസം ഷുഡ് ബി എന്താണ്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്കിനിപ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ്, അപ്പോൾ അതിൽ നമ്മുടെ മീൻസ് പേഴ്സണൽ ആയിട്ടുള്ള ഒന്നും അതിൽ വരരുത്, സബ്ജക്റ്റീവ് ആവാൻ പാടില്ല. അത് നേരെ മറിച്ച് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ആ ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അത് മാത്രം പറയാം. മനസ്സിലായോ? അടുത്തത് അഡ്വക്കേറ്റഡ് ഫോർ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ക്രിട്ടിസം. ഈ സയന്റിഫിക് ക്രിട്ടിസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കറക്റ്റ് അവിടെ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ വന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിസമാണ് ആള് അഡ്വക്കേറ്റ് ചെയ്തത്. ഇനി പ്രൊപ്പോസ്ഡ് 3 types ഓഫ് ക്രിട്ടിസം. ഏതൊക്കെ ക്രിട്ടിസം ആണ് ആള് പ്രൊപ്പോസ് ചെയ്തത്? മോറൽ ക്രിട്ടിസം. മോറൽ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ ഫോക്കസസ് ഓൺ എത്തിക്കൽ വാല്യൂസ്. നമ്മുടെ മൊറാലിറ്റിയും എത്തിക്സ് നല്ല കാര്യങ്ങൾ നന്മ ചെയ്യൂലേ. അപ്പോൾ മോറൽ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എത്തിക്കൽ വാല്യൂസിനെയാണ്. മനസ്സിലായോ? ഇനി സൈക്കോളജിക്കൽ ക്രിട്ടിസം എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? അനലൈസസ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസും നമ്മുടെ സ്വഭാവമൊക്കെ കൂടാണ് എന്താണ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ എത്തിക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ എന്ന് കേട്ടാൽ നമുക്കറിയാം അത് ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ചും അവരുടെ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത് നമുക്കറിയാം. ഇനി ഓൺടോളജിക്കൽ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് അപ്രോച്ച് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് എന്താണ്? ഓൺടോളജിക്കൽ ക്രിട്ടിസം ആണ്. ഫോക്കസസ് ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് ആസ് എൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. അതിനാണ് ഓൺടോളജിക്കൽ ക്രിട്ടിസം എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു വർക്ക്, ഞാനിപ്പോൾ ഒരു നോവൽ എഴുതി, ആ നോവൽ എഴുതി കഴിഞ്ഞ് എഴുതി കഴിഞ്ഞ് എന്നിട്ട് പറയാണ് ആൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അപ്പം എനിക്ക് അതിനോട് ഒരു അറ്റാച്ച്മെൻറ്റും പാടില്ല. ആ ടെക്സ്റ്റ് ഇപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് വേറെ തന്നെ, ഞാൻ വേറെ. ആ ടെക്സ്റ്റ് അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി, എന്നിൽ നിന്നും അത് വേർപെട്ട് കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ ആ ഒരു സംഭവമാണ് എന്ത്? ഓൺടോളജിക്കൽ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് 4 types ഓഫ് പോം. അടുത്ത കോൺസെപ്റ്റ് ആണ് 4 types ഓഫ് പോത്തിനെ പറ്റി ആൾ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ പോം. ഫിസിക്കൽ പോം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് ടാഞ്ചിബിൾ ഒബ്ജക്ട്സ്. എക്സാമ്പിൾ വിഷ്വൽ ഡിക്സ്. അത് നമുക്കറിയാം. ഫിസിക്കൽ പോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിഷ്വൽ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പോം, ഒരു ടൈപ്പ് ഓഫ് പോം ആണ് ഫിസിക്കൽ പോം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പ്ലാറ്റോണിക് പോം. പ്ലാറ്റോണിക് പോം ഡീൽസ് വിത്ത് അബ്സ്ട്രാക്ട് ഐഡിയാസ്. എന്താണ് അബ്സ്ട്രാക്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ? പ്ലാറ്റോണിക് പോയം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു എക്സാജറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണോ കറക്റ്റ് പറയേണ്ടത് അത് കറക്റ്റ് അങ്ങ് പറയും. അതാണ്. ഇനി എക്സാമ്പിൾ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പോയിട്രി ലൈക്ക് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആൻ. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോം ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്, പ്ലാറ്റോണിക് പോയത്തിൻ്റെത്. കറക്റ്റ് ഐഡിയാസ് പറയുന്ന പോം. നെക്സ്റ്റ് മെറ്റഫിസിക്കൽ പോം ബ്ലെൻഡ്സ് റീസൺ ആൻഡ് ഇമോഷൻ. മെറ്റഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റഫിസിക്കൽ പോയിറ്റിന് നമുക്കറിയാം ആരായിരുന്നു? ജോൺ ഡണ്ണൊക്കെ വരുന്ന ആ സെറ്റ് ഓഫ് പോയിറ്റ്സ് ഉണ്ട്. ആൻഡ്രൂ മാർവെലും ജോൺ ഡണ്ണും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ എന്താണ്? ബ്ലെൻഡ്സ് റീസൺ വിത്ത് ഇമോഷൻ. റീസണും ഇമോഷനും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പോയിട്രി ആണ് എന്ത്? മെറ്റഫിസിക്കൽ പോം. അതിൻ്റെ ഒരു എക്സാമ്പിള് ജോൺ ഡണ്ണിൻ്റെ ഒരു പോയത്തിൽ ഈ ലവേഴ്സിനെ എന്താണ് ഡിവൈഡറിൻ്റെ 2 കാലുകളാക്കിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ കോമ്പസിനെ 2 ലവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, കോമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്താണ്? ശരിക്കൊരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫിസിക്കൽ സാധനത്തിന് അതിനാണ്, ആ ഒരു കോമ്പസിനെയാണ് ഇമോഷൻ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെറ്റഫിസിക്കൽ പോയിട്രി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. ബ്ലെൻഡ്സ് റീസൺ ആൻഡ് ഇമോഷൻ. അടുത്തത് പോം സ്ട്രക്ചർ. എ പോം കൺസിസ്റ്റ് ഓഫ് 2 parts. ആൾ പറയുന്നത് പോം ശരിക്കും ഒരു 2 parts, പോയത്തിൽ ശരിക്കും 2 parts ഉണ്ട്. എന്താണ്? പ്രോസ് കോർ. പ്രോസ് കോർ എന്ന് പറഞ്ഞാൽ ദ ബേസിക് മീനിങ് ഓർ മെസ്സേജ്. ബേസിക് മീനിങ്, ആ പോയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ബേസിക് ഒരു ലേ ഔട്ട് എന്ന് പറയില്ലേ, അങ്ങനെ. ഇനി പോയറ്റിക് കോർ എന്ന് പറഞ്ഞാൽ ദ ആർട്ടിസ്റ്റിക് ആൻഡ് ഇമോഷണൽ എലമെന്റ്സ് ദാറ്റ് മേക്ക് ഇറ്റ് പോയറ്റിക്. ഇനി ഒരു പോം, അതുപോലെ തന്നെ ഒരു പോം എങ്ങനെയാണ് നമ്മളിപ്പോൾ
നമ്മൾ പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പോയത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പോയറ്റിക് ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പോൾ പോയറ്റിക് കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആർട്ടിസ്റ്റിക് ആൻഡ് ഇമോഷണൽ എലമെന്റ്സ് ആണ്. ഈ പ്രോസ് കോർ എന്ന് പറഞ്ഞാൽ ബേസിക് മീനിങ്ങും, ഇനി പോയറ്റിക് കോർ എന്ന് പറഞ്ഞാൽ എന്താണ് പോയറ്റിക്കലായിട്ട് അതിലുള്ളത് അതാണ്. ഓക്കെ, സംഭവം മനസ്സിലായോ? നെക്സ്റ്റ് ഐ.എ. റിച്ചാർഡ്സ് ആണ്. 1893 to 1979. ജസ്റ്റ് ആ ബർത്ത് ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ജസ്റ്റ് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ക്രോണോളജി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ആലോചിച്ച് വെക്കാൻ പറയുന്നത്. അപ്പോൾ മേജർ കോൺട്രിബ്യൂഷൻസ് നോക്കൂ. പയനിയർ ഓഫ് ന്യൂ ക്രിറ്റിസം, എംഫസൈസ്ഡ് ക്ലോസ് റീഡിംഗ് ഓഫ് ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻട്രൊഡ്യൂസ്ഡ് 4 kinds ഓഫ് മീനിങ്. എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 4 ടൈപ്പ് ഓഫ് മീനിങ്. അത് ഏതൊക്കെയായിരുന്നു? സെൻസ്, ഫീലിംഗ്, ടോൺ, ഇന്റൻഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കൂ. പ്രൊപ്പോസ് 2 uses ഓഫ് ലാംഗ്വേജ്, സയന്റിഫിക്കും ഇമോട്ടീവും. അതായത് എന്താണ്? ലാംഗ്വേജിന് ഒരു 2 uses പറയുന്നുണ്ട്. എന്ത്? സയന്റിഫിക് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതാണ്, ഇമോട്ടീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ്. അതൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കൂ. ഡെവലപ്ഡ് ബേസിക് ഇംഗ്ലീഷ് വിത്ത് ഓഗ്ഡൻ ഫോർ സിംപ്ലിഫൈഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആളൊരു ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഫോം ചെയ്തിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ആരുടെ കൂടെയാണ്? ഓഗ്ഡൻ, CK ഓഗ്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ ഉണ്ട്. ആളുടെ കൂടെ കൂടിയിട്ട് ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. സിംപ്ലിഫൈഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഗ്ലോബലി വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളൊരു ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ ലിറ്റററി ക്രിറ്റിസം ആൻഡ് റെറ്റോറിക്. അപ്പോൾ ആ മോഡേൺ ലിറ്റററി ക്രിറ്റിസത്തിന് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേജർ വർക്ക്സ് നോക്കിയോ. ആളുടെ എല്ലാ വർക്ക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദ മീനിങ് ഓഫ് മീനിങ്, എ സ്റ്റഡി ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ലാംഗ്വേജ് അപ്പോൺ തോട്ട് ആൻഡ് ഓഫ് സയൻസ് ഓഫ് സിംപലിസം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ ടെക്സ്റ്റിലാണ് കൊണ്ടുവന്നത്. 1923. കോ ഓതേർഡ് വിത്ത് നോക്കൂ, വിത്ത് CK ഓഗ്ഡൻ. ഇയാളെ നെയിം ആലോചിച്ച് വെക്കണേ. ആ CK ഓഗ്ഡൻ എന്നുള്ള നെയിം ആലോചിച്ച് വെക്കുക. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസം 1924. സയൻസ് ആൻഡ് പോയിട്രി 1926. പ്രാക്ടിക്കൽ ക്രിറ്റിസം, എ സ്റ്റഡി ഇൻ ലിറ്റററി ജഡ്ജ്മെന്റ് 1929 വന്ന വർക്കാണ്. അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ഇൻ ടീച്ചിങ്, ദ ഫിലോസഫി ഓഫ് റെറ്ററിക്, കോളറിഡ്ജ് ഓൺ ഇമാജിനേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് ടെക്സ്റ്റ് ആണ്, കാരണം പല ക്വസ്റ്റ്യൻസും ഞാൻ അത് കണ്ടിട്ടുണ്ട്. കോളറിഡ്ജ് ഓൺ ഇമാജിനേഷൻ ആരാണ് എഴുതിയത്? പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി, ആള് മരിച്ചതിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്തത്. ഇനി ദ ഫൗണ്ടേഷൻസ് ഓഫ് എസ്തെറ്റിക്സ്, ഇതും ആളുടേതാണ്. ഓക്കെ, ഇതൊക്കെ നോക്കുക, ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. അത് നീട്ടിക്കൊണ്ടോണ്ടേ ആവശ്യമില്ല. വർക്ക്സ് ഒക്കെ ഇതിപ്പോ ഞാൻ എടുക്കുന്ന ക്ലാസ് ഇപ്പോൾ പോസ് ചെയ്യുക, എന്നിട്ട് 2 പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്യുക ഈ വർക്ക്സ്. അതവിടെ മൈൻഡിൽ സെറ്റായല്ലോ, എന്നിട്ട് വേണം നോട്ട്സ് എഴുതാൻ. മനസ്സിലായോ? അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഓൾറെഡി അത് മൈൻഡിൽ സെറ്റാക്കി. ഇനി ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന നേരം നമുക്ക് എന്താ അറിയോ, അത് അങ്ങനെ തന്നെ മൈൻഡിൽ ഓർമ്മ ഉണ്ടാവും. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ്, കീ കോൺസെപ്റ്റ്സ് 4 kinds ഓഫ് മീനിങ് ഫ്രം പ്രാക്ടിക്കൽ ക്രിറ്റിസം. പ്രാക്ടിക്കൽ ക്രിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിലാണ് 4 kinds ഓഫ് മീനിങ് പറയുന്നത്. സെൻസ്, എന്താണ് സെൻസ്? നമ്മൾ സെൻസ് ചെയ്യാന്ന് പറയുന്ന നേരം ദ ബേസിക് മീനിങ് ഓഫ് വാട്ട് വി സേ. എന്താണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഒരു ബേസിക് മീനിങ് ആണ് സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോക്കസ്ഡ് ഓൺ ഫാക്ട്സ് ലൈക്ക് ഇൻ സയൻസ്. എന്താണ് മെയിനായിട്ട്? ഫാക്റ്റിന് മാത്രം എന്താണ് നമ്മൾ പറയുന്നതെന്നുള്ള ബേസിക് മീനിങ് ആണ് സെൻസിൽ വരുന്നത്. ഇനി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പീക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് സബ്ജക്റ്റ്. നമ്മുടെ ഇപ്പം ഞാനാണ് ഇവിടെ സ്പീക്കർ, എൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ ലിറ്റററി തിയറി, അതിന് എനിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? അതാണ് എൻ്റെ ഒരു ഫീലിംഗ് ആണത്. ഓക്കെ, ഞാൻ ലിറ്റററി തിയറി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ എടുക്കുന്നത്, ആ ഒരു ഫീലിംഗ്. മനസ്സിലായോ അതിൻ്റെ ഒരു മീനിങ്? ഇനി ടോൺ, ദ സ്പീക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ലിസണർ. സ്പീക്കറിൻ്റെ ഈ നിങ്ങൾ കുട്ടികളോട് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കാണ്, അപ്പം നിങ്ങളോട് എനിക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരു അഹങ്കാരം പുച്ഛമൊക്കെ ആണെങ്കിൽ എന്താണ്, നിങ്ങൾ കേൾക്കൂല, ക്ലാസ് ഒന്നും കേൾക്കുമോ? ഇല്ല. അപ്പം നമ്മൾ കറക്റ്റ് അങ്ങനെ നിൽക്കണം. ഓക്കെ,
അപ്പൊ ടോൺ മനസ്സിലായോ? ടോൺ എന്താന്ന് അതിൽ തന്നെ ഉണ്ട്. ടോൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം, വെറുതെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എന്നാളൂ. ഇനി അടുത്തത് ഇന്റൻഷൻ. എന്താണ് നമ്മുടെ ഈ സ്പീച്ചിന്റെ ഒരു ഗോൾ എന്താണ്? ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലിറ്റററി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത്, ഈ ഒരു സെക്ഷൻ ഞാൻ ചോദിച്ചു വാങ്ങിയത് എന്തിനാണ്? ലിറ്റററി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളോടുള്ള ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും നല്ല സിംപ്ലിഫൈ ചെയ്തിട്ട് ലിറ്റററി തിയറി എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇന്റൻഷൻ. മനസ്സിലായോ? മനസ്സിലായോ ഇന്റൻഷൻ എന്താന്ന്? അപ്പൊ ഇത് ഞാൻ എന്താ അറിയോ, ഇതിപ്പോ സെൻസ്, ഫീലിംഗ്, ടോൺ, ഇന്റൻഷൻ ഒക്കെ നമുക്ക് അറിയുന്ന വേർഡല്ലേ, നമുക്കെല്ലാം അറിയാലോ. അങ്ങനെയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം അതെനിക്കറിയാം. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് എത്രയോ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അല്ലെങ്കിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യോ? ഇത് ജസ്റ്റ് പറഞ്ഞങ്ങ് പോയാൽ പോരെ? അപ്പോൾ ഇതിൽ നിന്ന് കുറേ ടൈം ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ആണ്. കറക്റ്റ് ഇതുപോലെ തന്നെ സെൻസ്, ഫീലിംഗ്, ടോണ്, ഇന്റൻഷൻ ഓപ്ഷനിൽ ഉണ്ടാവും. ഇനി ഇന്റൻഷന് പകരം വല്ല വോയിസോ ടോണിന് പകരം മെസ്സേജ്, അങ്ങനെ ഓപ്ഷൻസ് മാറി ഷഫിൾ ചെയ്തിട്ട് കൊടുക്കും. അപ്പം നമ്മളോട് പറയും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കോഡ് ഉണ്ട് ഇതിന്. നമ്മൾ SFI അറിയില്ലേ, പാർട്ടി SFI. ഓക്കെ, അതിൻ്റെ ഐൻ്റെ എടുത്ത് ടി ഇട്ട് കൊടുക്കുക, SFTI. ഓക്കെ, മനസ്സിലായോ? SFTI, സെൻസ്, ഫീലിംഗ്, ടോണ്, ഇന്റൻഷൻ. മനസ്സിലായോ? SFI അല്ല, SFTI. നമ്മൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി, SFTI. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ്, 2 uses ഓഫ് ലാംഗ്വേജ് ഫ്രം പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസം. ആള് പ്രാക്ടിക്കൽ ക്രിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും എഴുതിയിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ആളുടേത്. മാറിപ്പോവും ഉറപ്പാണ്. അപ്പം എന്തായാലും വർക്ക്സ് ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. ഇനി എന്താണ് 2 uses ഓഫ് ലാംഗ്വേജ്? സയന്റിഫിക് ഓർ റെഫറൻഷ്യൽ. സയന്റിഫിക്കിൽ എന്താണ്? ഒബ്ജക്റ്റീവ് ലാംഗ്വേജ് യൂസ്ഡ് ടു കൺവേ ഫാക്ട്. സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സയന്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലാംഗ്വേജ് യൂസ്ഡ് ടു കൺവേ ഫാക്ട്. ഫാക്ട് മാത്രം പറയാണ്, വേറെ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഓൺലി ഫോർ ഫാക്ട്സ്. ഇനി ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റീവ് ലാംഗ്വേജ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഇമോട്ടീവ് അതിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഇമോഷൻസ് പുറമേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ് ഇമോട്ടീവ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇനി ആളുടെ ഒരു കീ കോട്ടാണ് ഞാൻ താഴെ കോട്ട് ചെയ്തിട്ടുള്ളത്. വേർഡ്സ് ഓൺ പേജസ് ആർ ഇമ്പോർട്ടൻറ്റ് റദർ ദാൻ പ്രീ കൺസീവ്ഡ് കോൺസെപ്റ്റ്സ്. ഇതാരാണ് പറഞ്ഞത്? ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ കോട്ട് ഇതാരാണ് പറഞ്ഞത്? IR റിച്ചാർഡ്സ് ആണ്. ഓക്കെ, അതെങ്ങനെങ്കിലും ആലോചിച്ച് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. വേർഡ്സ് ഓൺ പേജസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഈ വേർഡ്സ്, പേജസ് അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഒന്നെങ്കിൽ റഷ്യൻ ഫോർമലിസം അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസം. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് 2 ക്ലൂ കൊടുക്കുക. അപ്പം അതും ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ IR റിച്ചാർഡ്സിലേക്ക് എത്തേണ്ടത്. മനസ്സിലായോ? അപ്പം ഈ കോട്ട് ആരാന്നുള്ളത് ഇപ്പം തന്നെ ഈ കോട്ട് മനസ്സിലേക്ക് വെച്ചോ. വേർഡ്സ് ഓൺ പേജസ് ആർ ഇമ്പോർട്ടൻറ്റ് റദർ ദാൻ പ്രീ കൺസീവ്ഡ് കോൺസെപ്റ്റ്സ്. ഇതിലെന്താണ്? റിച്ചാർഡ്സ് എംഫസൈസ്ഡ് ഫോക്കസിങ് ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് റദർ ദാൻ എക്സ്റ്റേണൽ ഐഡിയാസ്. അതാണ് ഇതിന്റെ മീനിങ്. അതാണ് ഞാൻ ബ്രാക്കറ്റിൽ മീനിങ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ജോർജ് വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് IR റിച്ചാർഡ്സിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, IR റിച്ചാർഡ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇനി ആള് പറയാണ് റിച്ചാർഡ്സ് ഇസ് സിംപ്ലി ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിയറിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി ആസ് എലിയട്ട് ഇസ് ദ മോസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്രിട്ടിക്. ഓക്കെ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റിച്ചാർഡ്സ്, IR റിച്ചാർഡ്സ് ആണ് ക്രിട്ടിക്കൽ തിയറി ഷേപ്പ് ചെയ്തിട്ടുള്ള ആള്. ക്രിട്ടിക്കൽ തിയറിയിൽ മാസ്റ്റർ ആരാണ്? IR റിച്ചാർഡ്സ് ആണ്. വൈൽ എലിയട്ട് ഡിസ്ക്രൈബ്ഡ് ലിറ്ററേച്ചർ ഇൻ ഡീറ്റെയിൽ. ഈ തിയറി ഒക്കെ അപ്ലൈ ചെയ്ത് ആ ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന ആരാണ്? TS എലിയറ്റ് ആണ്. മനസ്സിലായോ? തിയറി ആര് ഫോം ചെയ്തു? ഇത് ആര് പറഞ്ഞതാണ്? ജോർജ് വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പറഞ്ഞതാണ്. എന്ത്? റിച്ചാർഡ്സ് ആണ് തിയറിയിൽ മാസ്റ്റർ. ആ തിയറി ഫുള്ള് ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് ടെക്സ്റ്റിൽ യൂസ് ചെയ്ത് ലിറ്ററേച്ചറിൽ യൂസ് ചെയ്തത് ആരാണ്? TS എലിയറ്റ് ആണെന്ന് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, സ്യൂഡോ സ്റ്റേറ്റ്മെന്റ് ഫ്രം സയൻസ് ആൻഡ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ആള് സ്യൂഡോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കോയിൻ ചെയ്തത്. സ്യൂഡോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ,
A statement that sounds like a fact but actually expresses emotions or personal beliefs rather than objective truth. നമ്മൾ ഒരു സെന്റൻസ് വായിച്ചാൽ അതൊരു ഫാക്റ്റ് പോലെ തോന്നും, വായിച്ചാൽ. ഓക്കെ, പക്ഷെ ആക്ച്വലി ഇറ്റ് എക്സ്പ്രസസ് ഇമോഷൻസ്. ശരിക്കും ആ ഒരു സെന്റൻസ് വായിച്ചിട്ട് ഫാക്റ്റ് വായിച്ചു കഴിഞ്ഞു, ഓക്കെ ഇത് ഫാക്റ്റ് ആണ്, പക്ഷെ ഇതിൽ എന്തോ ഉള്ളിൽ കൂടെ ഒരു ഇമോഷൻസ് കിട്ടുന്നുണ്ട്, ഒരു പേഴ്സണൽ കാര്യങ്ങളും എന്താ പറയാ അതൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെന്റൻസ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്യൂഡോ സ്റ്റേറ്റ്മെന്റ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? കപടമായത്, ആൾക്കാരെ പറ്റിക്കുന്നത്. മനസ്സിലായോ? ഫാക്റ്റ് ആണെന്ന് തോന്നും പക്ഷെ എക്സ്പ്രസസ് ഫീലിംഗ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്യൂഡോ സ്റ്റേറ്റ്മെന്റ്. ഇതാരാണ് കോയിൻ ചെയ്തത്? അയ്യർ റിച്ചാർഡ്സ്. ഏത് ബുക്കിലാണ്? സയൻസ് ആൻഡ് പോയട്രിയിൽ. അടുത്തത് F.R. ലീവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ്. F.R. ലീവിസ് നോക്കാം. 1895 to 1978. Leading figure of 20th century literary criticism. Focused on moral seriousness and literature's role in shaping culture and values. ശരിക്കും ഈ F.R. ലീവിസിലേക്ക് എത്തുമ്പോഴത്തേന് ആള് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് മോറൽ സീരിയസ്നെസ് ആണ്. ഓക്കെ, നമ്മുടെ മോറൽ സീരിയസ്നെസ്സിനെ കുറിച്ചാണ്. ആൻഡ് ലിറ്ററേച്ചേഴ്സ് റോൾ ഇൻ ഷേപ്പിംഗ് കൾച്ചർ ആൻഡ് വാല്യൂസ്. ലിറ്ററേച്ചർ എത്രത്തോളം നമ്മുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ നമുക്കൊരു വാല്യൂസ് ഉണ്ടാവും, നമ്മളെ എത്തിക്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ എത്രത്തോളം ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിനാണ് മെയിനായിട്ട് F.R. ലീവിസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മോറൽ സീരിയസ്നെസ്സിനെയും അതുപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ ഒരു റോള് എന്തിനെ ഷേപ്പ് ചെയ്യുന്നുള്ള കൾച്ചറിനെയും നമ്മുടെ വാല്യൂസിനെയൊക്കെ എത്രത്തോളം ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. മനസ്സിലായോ? ലിറ്ററേച്ചർ മസ്റ്റ് ബി കണക്റ്റഡ് ടു കൾച്ചർ, സൊസൈറ്റി ആൻഡ് ട്രഡിഷൻ. എന്നിട്ട് ആള് പറയാണ് ലിറ്ററേച്ചർ എന്തായാലും, ഒരു സാഹിത്യം, ഒരു വർക്ക് എന്തായാലും കൾച്ചറും സൊസൈറ്റിയും ട്രഡിഷനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതാണ് ഒരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഒരു ലിറ്ററേച്ചർ വെറുതെ എന്തിനാണ് ശരിക്കും ഒരു ബുക്കും, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് പോയം എഴുതുന്നത്? എന്തിനാണ് നോവൽ എഴുതുന്നത്? എന്തിനാണ് മൂവീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ച് ആർമാദിക്കാനാണോ? ആണോ? അല്ല, അതിലൊരു എന്താണ് നമ്മുടെ കൾച്ചറും നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ പണ്ടത്തെ ട്രഡിഷനും ഒക്കെ കൂടെ വരുന്ന ഒരു ഇമോഷണൽ പാക്കാണ് ശരിക്കും എന്ത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് നോക്കൂ. ആളുടെ F.R. ലീവിസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, ഞാൻ എല്ലാ വർക്ക്സും ഇനി വരുന്ന സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ന്യൂ ബിയറിങ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി 1938, ദ ഗ്രേറ്റ് ട്രഡീഷൻ 1948, ദ കോമൺ പേഴ്സ്യൂട്ട് 1952. ഇനി ദ ഗ്രേറ്റ് ട്രഡിഷൻ എന്ന് പറഞ്ഞ വർക്കില് ഫോക്കസ്ഡ് ഓൺ നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റൻ, ജോർജ് എലിയറ്റ്, ഹെൻറി ജെയിംസ്, ജോസഫ് കോൺറഡ്, ലേറ്റർ ആഡഡ് D.H. ലോറൻസ്. അപ്പൊ ഇത്രയും ഒരു റൈറ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ദ ഗ്രേറ്റ് ട്രഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. മനസ്സിലായോ? നെക്സ്റ്റ്, F.R. ലീവിസ് എന്ന് കേട്ടാൽ വേറൊരു സാധനം കൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ഇത് കുറെ പ്രാവശ്യം ചോദിച്ചതാണ് നെറ്റിന്. സ്ക്രൂട്ടിനി ജേണൽ ആരാണ് ഫൗണ്ട് ചെയ്തത്? സ്ക്രൂട്ടിനി F.R. ആറ് വരുന്നില്ല, അപ്പൊ സ്ക്രൂട്ടിനി F.R. ലീവിസ്. അപ്പൊ ആ ആറ് വെച്ച് കണക്ട് ചെയ്തു നിങ്ങൾ. സ്ക്രൂട്ടിനി F.R. ലീവിസ്, അങ്ങനെയൊക്കെയാണ് ഒരു കണക്ഷൻ കൊടുക്കേണ്ടത് പഠിക്കുന്നേരം. മനസ്സിലായോ? ഓക്കെ, ഫൗണ്ടഡ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ലിറ്ററേച്ചർ. ഫൗണ്ട് ചെയ്തത് ആളാണ്. പിന്നെ ലിറ്ററേച്ചറിന്റെ ഓരോ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ജേണൽ ഫൗണ്ട് ചെയ്തത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ഒപ്പോസിഷൻ ടു മാസ് കൾച്ചർ. ക്രിട്ടിസൈസ്ഡ് പോപ്പുലർ കൾച്ചർ ഫോർ ലോവറിംഗ് ലിറ്റററി ആൻഡ് ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ F.R. ലീവിസ് മാസ് കൾച്ചറിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. എന്താണ് മാസ് കൾച്ചർ എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഒരു മാസ്സായിട്ട് ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് മാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ടി വി ഷോ എടുക്കാം. അപ്പൊ ആ ടി വി ഷോ എന്ന് പറഞ്ഞാൽ കുറേ പേര് കാണുന്നുണ്ട്, കുറേ മാസ്സായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് മാസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. അതിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും.
മാസ് കൾച്ചർ എന്താണ്, പോപ്പ് കൾച്ചർ അതായത് പോപ്പുലർ കൾച്ചർ എന്താണ് എന്നൊക്കെ. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്, എഫ്.ആർ. ലീവിസ്. എന്താണ് ആള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസ് കൾച്ചറും ഈ പോപ്പുലർ കൾച്ചറൊക്കെ നമ്മളെ ലിറ്റററി ആൻഡ് ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ്സിനെ ലോവർ ചെയ്യുന്നുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലിറ്ററേച്ചറിന്റെ ഒരു സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലായോ. ഇൻഫ്ലുവൻസ് ഓഫ് ടി.എസ്. എലിയറ്റ്. ടി.എസ്. എലിയറ്റിന് വല്ലാണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, മനസ്സിലായോ. ഓക്കെ. അക്നോളജ്ഡ് എലിയറ്റ്സ് ഇമ്പാക്ട് ഇൻ ഷേപ്പിംഗ് മോഡേൺ ലിറ്റററി ക്രിറ്റിസം. മോഡേൺ ലിറ്റററി ക്രിറ്റിസം ഷേപ്പ് ചെയ്യുന്നതിൽ ടി.എസ്. എലിയറ്റിന് ഉണ്ടായ ആ ഒരു പങ്കും അതൊക്കെ ഇദ്ദേഹത്തിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ. അടുത്തത് എഫ്.ആർ. ലിവിസിന്റെ വർക്ക്സിന്റെ ക്രോണോളജിക്കൽ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂ ബിയറിംഗ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി, ആ വർക്ക്സിലാണ് 1932 ക്രിട്ടിസൈസ്ഡ് വിക്ടോറിയൻ പോയിട്രി ഫോർ സെപ്പറേറ്റിംഗ് തോട്ട്സ് ഫ്രം ഫീലിംഗ്. ആള് മെയിനായിട്ട് വിക്ടോറിയൻ പോയട്രീനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, അതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആര്, എഫ്.ആർ. ലിവിസ്. ഏത് ടെക്സ്റ്റിലാണ്, ന്യൂ ബിയറിംഗ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഏത് പോയട്രിനെ കുറിച്ച്, വിക്ടോറിയൻ പോയട്രിനെ കുറിച്ച്. അതാണ് എടുത്തെടുത്ത് പറയുന്നത് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ. അവരെന്താണ് ചെയ്തത്, സെപ്പറേറ്റിംഗ് തോട്ട്സ് ഫ്രം ഫീലിങ്സ്. ഫീലിങ്സും തോട്ട്സും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെതിരെയാണ് വിക്ടോറിയൻ പോയട്രിക്കെതിരെ ആള് സംസാരിച്ചത്. ഇനി റീവാലുവേഷൻ 1936 ഇവാലുവേറ്റഡ് മേജർ ഇംഗ്ലീഷ് പോയിറ്റ്സ് ആൻഡ് ദെയർ ഇമ്പാക്ട്. ഇനി ലിറ്റററി ക്രിറ്റിസം ആൻഡ് ഫിലോസഫി 1937 റിട്ടൺ ഇൻ റെസ്പോൺസ് ടു ക്രിട്ടിക് റേനി വെല്ലക് പബ്ലിഷ്ഡ് ഇൻ സ്ക്രൂട്ടിനി ജേണൽ. അപ്പോൾ ആർക്കെതിരെ ഒരു റെസ്പോൺസ് ആയിട്ടാണ്, റെനി വെല്ലക്കിനെതിരെ, മനസ്സിലായോ. അത് ആലോചിച്ച് വെക്കുക. ഇനി ദ ഗ്രേറ്റ് ട്രഡിഷൻ ഹൈലൈറ്റഡ് ദ മേജർ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ. മെയിനായിട്ട് ഇംഗ്ലീഷ് നോവലിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ദ ഗ്രേറ്റ് ട്രഡിഷൻ 1948. ദ ഗ്രേറ്റ് ട്രഡിഷൻ എഫ്.ആർ. ലിവിസ്. അതിപ്പോ തന്നെ നോട്ട് ചെയ്തോ, ഇപ്പൊ തന്നെ പഠിച്ചോ, എൻ്റെ കൂടെ പറഞ്ഞോ. ദ ഗ്രേറ്റ് ട്രഡിഷൻ 1948 എഫ്.ആർ. ലിവിസ്. അങ്ങനെ തന്നെ പഠിച്ചോ, ബൈഹാർട്ട് ചെയ്ത് വെച്ചോ, കാരണം ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. അടുത്തത് ദ കോമൺ പേഴ്സ്യൂട്ട് 1952 പ്രൈസ്ഡ് ടി.എസ്. എലിയറ്റ് ഫോർ എക്സ്പോസിംഗ് ദ വീക്ക്നെസ് ഓഫ് വിക്ടോറിയൻ ലിറ്ററേച്ചർ. ടി.എസ്. എലിയറ്റ് വിക്ടോറിയൻ ഇറയിലുള്ള ആ വിക്ടോറിയൻ ലിറ്ററേച്ചറിന്റെ വീക്ക്നെസ് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, അതിനെ പ്രൈസ് ചെയ്യാണ് ടി.എസ്. എലിയറ്റിന്. ഏത് വാക്കില്, ദ കോമൺ പേഴ്സ്യൂട്ട് 1952. ടുവാർഡ്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിറ്റിസം, എ കളക്ഷൻ ഓഫ് ഹിസ് ക്രിട്ടിക്കൽ എസേസ്. ക്രിട്ടിക്കൽ എസേസിന്റെ ഒരു കളക്ഷൻ ആണ് ടുവാർഡ്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിറ്റിസം. ഇത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പ് ഓഫ് വർക്കാണ് ഇത്, ടുവാർഡ്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിറ്റിസം. പ്രാക്ടിക്കൽ ക്രിറ്റിസം വരും. പ്രാക്ടിക്കൽ ക്രിറ്റിസം ഐ.എ. റിച്ചാർഡ്സിന്റെ ആണ്. ടുവാർഡ്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിറ്റിസം ആരതാണ്, എഫ്.ആർ. ലിവിസിൻ്റെതാണ്. അപ്പൊ എന്തായാലും മാറിപ്പോവും, ഉറപ്പാണ്. മാച്ച് ദ ഫോളോയിങ്ങിലാണ് ഇവർ ഒരേപോലത്തെ സാധനം, ഇപ്പൊ ക്രിറ്റിസം ലാസ്റ്റ് വരുന്ന സാധനമൊക്കെ ഇവർ മാച്ച് ദ ഫോളോയിങ്ങിൽ കൊടുക്കും. കാരണം നമ്മൾ എങ്ങനെ തെറ്റിക്കണം, അതാണ് ഈ NTA മെയിൻ എയിം എന്ന് പറഞ്ഞാല്. ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെങ്കിലും തെറ്റിക്കണം. അതിന് ഇവര് നല്ല പൊട്ട ക്വസ്റ്റ്യൻസ് കൊടുക്കലുണ്ട്, ചിലപ്പോൾ ഇതുപോലത്തെ സെയിം സാധനം വരുന്ന കൊടുക്കലുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പല സാധനം കൊടുക്കലുണ്ട്, പക്ഷെ നമ്മൾ അതിൽ കുടുങ്ങരുത്. ഇനി സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞിട്ടുള്ള ജേണൽ, അത് പിന്നെ ഞാൻ ഈ ലിസ്റ്റിൽ ഇട്ടാണ്, മറന്നുകൊണ്ട. സ്ക്രൂട്ടിനി, എഫ്.ആർ. ലിവിസ്, ആ 6 നോക്കിയേ. സ്ക്രൂട്ടിൻ്റെ ആ 6ഉം മറ്റേ എഫ്.ആറിന്റെ ആ 6ഉം കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, പൊട്ടത്തരാണ് എന്നാലും ചെയ്യാം. D.H. ലോറൻസ് നോവലിസ്റ്റ്, ആരാണ് എഴുതിയത്, എഫ്.ആർ. ലിവിസ് ആണ്. 1955 D.H. ലോറൻസ് എഴുതിയ ഫിക്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് ആള് സ്റ്റഡി ചെയ്യാണ് ഇതിൽ. നെക്സ്റ്റ് കീ കോൺസെപ്റ്റ്സ്. പോയട്രി ആൻഡ് സൊസൈറ്റി, എ പോം ഇസ് നോട്ട് ഇൻഡിപെൻഡന്റ്. പോയട്രിനെയും സൊസൈറ്റിനെയും കുറിച്ച് പറയണം. എ പോം ഇസ് നോട്ട് ഇൻഡിപെൻഡന്റ്. പോം എന്തല്ല, ഇൻഡിപെൻഡന്റ് അല്ല. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചർ, സൊസൈറ്റി ആൻഡ് ട്രഡീഷൻ. പോയത്തിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കൾച്ചറും സൊസൈറ്റിയും ട്രഡീഷനും ഒക്കെ പോയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ദ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞ വർക്കിൽ മെയിനായിട്ട് ഹി ബിലീവ്ഡ് ദ ഗ്രേറ്റസ്റ്റ് നോവലിസ്റ്റ് വേർ. ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഗ്രേറ്റസ്റ്റ് നോവലിസ്റ്റ് ആരൊക്കെയാണെന്നറിയോ? ജെയിൻ ഓസ്റ്റൻ, ജോർജ് എലിയറ്റ്, ഹെൻറി ജെയിംസ്, ജോസഫ് കോൺറഡ്. ആൻഡ് ലേറ്റർ ആഡഡ് ആര്, D.H. ലോറൻസിനെ ലേറ്റർ ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടോ. ഇനി ഹി എക്സ്ക്ലൂഡഡ്
ചാൾസ് ഡിക്കൻസ് എക്സെപ്റ്റ് ഹാർഡ് ടൈംസ് ആൻഡ് തോമസ് ഹാർഡി. അപ്പൊ ആരൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തത്? ഈ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണ്? ചാൾസ് ഡിക്കൻസ്. പക്ഷേ എക്സെപ്റ്റ് ഹാർഡ് ടൈംസ്, അദ്ദേഹത്തിന്റെ ഹാർഡ് ടൈംസ് എന്ന് പറഞ്ഞ നോവലിന് ഒരു പ്രശ്നമില്ല, അത് ഓക്കെയാണ്. ഓക്കെ, മനസ്സിലായോ? ഹാർഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവല് എഫ്.ആർ. ലീസിന് ഇഷ്ടമാണ്. പക്ഷേ ചാൾസ് ഡിക്കൻസിനെ എക്സ്ക്ലൂഡും ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരാളെ എക്സ്ക്ലൂഡ് ചെയ്തത് തോമസ് ഹാർഡിനെയാണ്. മനസ്സിലായോ? ആ ലിസ്റ്റ് ഒന്ന് പഠിച്ചേക്കണം. ഈ ലിസ്റ്റ് പേര് മാറ്റിയിട്ട് അവർ ചോദിക്കും, എന്തായാലും അവർ ചോദിക്കും, ഷുവറാണ്. ഇപ്പം തന്നെ പഠിച്ചോ. നെക്സ്റ്റ്, എഫ്.ആർ. ലീവിസ് ടോക്ക്ഡ് അബൌട്ട് സ്റ്റാൻഡേർഡ്സ് ഇൻ ക്രിറ്റിസം. ആള് സ്റ്റാൻഡേർഡ്സ് ഇൻ ക്രിറ്റിസം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹിസ് ബുക്ക് കോമൺ പേഴ്സ്യൂട്ട്. കോമൺ പേഴ്സ്യൂട്ടിൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ക്രിറ്റിസം എന്ന് പറഞ്ഞു. ക്രിറ്റിസത്തിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ അത് ഇതൊക്കെ നോക്കാം. ഹി ബിലീവ്ഡ് ദാറ്റ് ഗുഡ് ലിറ്ററേച്ചർ ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ക്ലിയർ റൂൾസ്, നോട്ട് ജസ്റ്റ് പേഴ്സണൽ ഒപ്പീനിയൻസ്. ദീസ് റൂൾസ് ഇൻക്ലൂഡ്, അദ്ദേഹം പറയാണ്, ഒരു നല്ല ലിറ്ററേച്ചർ ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ക്ലിയർ റൂൾസ്. ഒരു നല്ല ലിറ്ററേച്ചർ നമ്മൾ ഒരു ടെക്സ്റ്റ് ഞാനിപ്പം വായിച്ചു, അപ്പൊ എൻ്റെ ഒപ്പീനിയന് പറയാണ്ട്, എൻ്റെ ഒപ്പീനിയന് പറയാണ്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട്, ആ റൂൾസ് വെച്ചിട്ട് ഒരു ടെക്സ്റ്റിനെ ഞാൻ അനലൈസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഇത് നല്ല കൺഫ്യൂസ്ഡ് ആണ്. ഇത് വായിച്ചാൽ നല്ല കൺഫ്യൂഷൻ വരും, ഉറപ്പാണ്. എന്തായാലും എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോസ് ചെയ്യുക, റീഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക. എന്നിട്ട് മനസ്സിലാകുന്നില്ല, ഒരു 2-3 പ്രാവശ്യം ബേക്കടിച്ച് കേട്ടോ. ഓക്കെ, തിയറി കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. തിയറിയിൽ ശരിക്കും നമ്മൾ മാസ്റ്റർ ആവണം. പിന്നെ പ്രമോദ് കെ നായറിൻ്റെ ലിറ്റററി തിയറീൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, കണ്ടംപററി ലിറ്റററി തിയറി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. അതെന്തായാലും നിങ്ങൾ വാങ്ങണം, ഷുവറാണ്. അതെന്തായാലും വാങ്ങണം. ഓക്കെ, അത് വാങ്ങിയിട്ട് അത് വായിച്ചു തുടങ്ങുക. മനസ്സിലായോ? അത് വായിച്ചു തുടങ്ങിയാൽ മനസ്സിലാവും നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന തിയറിൻ്റെ എത്രയോ ഡബിൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഞാനിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സാധനമാണ് പറഞ്ഞിരുന്നത്. കോൺസെപ്റ്റ് ഫുള്ള് ആ ടെക്സ്റ്റിൽ വിത്ത് എക്സാമ്പിൾ ആള് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ആ ടെക്സ്റ്റ് വായിക്കാം. ഷുവർ ആണേ. നെറ്റിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററേച്ചർ അല്ലേ എടുത്താൽ, അപ്പം എന്തായാലും ആ ടെക്സ്റ്റ് വായിച്ചേ മതിയാവും. അപ്പം എന്തായാലും അത് വായിക്കണേ. അപ്പൊ ഇതിൽ പറഞ്ഞു വന്നത്, ഹി ബിലീവ് ദാറ്റ് ഗുഡ് ലിറ്ററേച്ചർ ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ക്ലിയർ റൂൾസ്. റൂൾസ് അനുസരിച്ചിട്ടാണ് ഒരു ലിറ്ററേച്ചറിനെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. അത് ഏതൊക്കെയാണ് റൂൾസ് നോക്കാം. റൂൾസ് ഇൻക്ലൂഡ് മോറൽ സീരിയസ്നെസ്. ഒരു ബുക്കിന്റെ മോറൽ സീരിയസ്നെസ് നോക്കണം. അതിനെതിരെ പറയുമ്പം അതിനെപ്പറ്റി നല്ലതാണോ മോശമാണോ എന്ത് പറയുമ്പോൾ അതിന്റെ മോറൽ സീരിയസ്നെസ് നോക്കണം. മോറൽ സീരിയസ്നെസ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഹൗ സീരിയസ് ആൻഡ് മീനിങ് ഫുൾ ദ വർക്ക് ഇസ്. എത്ര ഒരു സീരിയസ്നെസ് ആ വർക്കിനുണ്ട്, എത്ര മീനിങ് ഫുൾ ആണ് ആ വർക്ക്, അതാണ് മോറൽ സീരിയസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓക്കെ ആണോ നോക്കണം. ഒരു വർക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ആദ്യം എന്താണ് നോക്കേണ്ടത്? മോറൽ സീരിയസ്നെസ് ഉണ്ടോ എന്ന് നോക്കണം. രണ്ടാമത് എന്തുണ്ടോ നോക്കണം? ആർട്ടിസ്റ്റിക് ഇന്റഗ്രിറ്റി ഉണ്ടോ നോക്കണം. ഹൗ വെൽ ഇറ്റ് ഈസ് റിട്ടൺ. എത്രത്തോളം അടിപൊളിയായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആർട്ടിസ്റ്റിക് ഇന്റഗ്രിറ്റി. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻ ടു കൾച്ചർ. ഹൗ ഇറ്റ് റിഫ്ലക്ട്സ് ഓർ ഇൻഫ്ലുവൻസസ് സൊസൈറ്റി. ഇനി ആ വർക്ക് എത്രത്തോളം കൾച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ള കാര്യം നമ്മൾ ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നോക്കണം. ഏതൊക്കെ 3 കാര്യമാണ് നോക്കേണ്ടത്? മോറൽ സീരിയസ്നെസ്, ആർട്ടിസ്റ്റിക് ഇന്റഗ്രിറ്റി, കോൺട്രിബ്യൂഷൻ ടു കൾച്ചർ. ക്ലിയർ ആയല്ലോ? ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്, അലൻ ടേറ്റ്. നെക്സ്റ്റ് റൈറ്റർ ആണ്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു കീ ഫിഗർ ആണ് ആര്? അലൻ ടേറ്റ്. എന്താണ്? അലൻ ടേറ്റ്. 1899 to 1979. ജസ്റ്റ് ആലോചിച്ചൊന്നും വെക്കണ്ട. ഈ ബർത്ത് ഡേറ്റ് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണല്ലേ. അപ്പൊ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ നോക്കിയാൽ മതി. ഇനി മേജർ കോൺട്രിബ്യൂഷൻ, അമേരിക്കൻ പോയിറ്റ് ആൻഡ് ക്രിട്ടിക്, കീ ഫിഗർ ഓഫ് ന്യൂ ക്രിറ്റിസം മൂവ്മെന്റ്. ഓഫ് കോഴ്സ് ഇത് ഞാൻ വെറുതെ കൊടുത്താണ് കേട്ടോ. ഫോക്കസ്, emphasized the importance of balancing literary, denotative and deeper connotative meanings in poetry. ഓക്കെ, ആൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് എന്താണ്? ഈ ഡിനോട്ടേറ്റീവ് മീനിങ്ങും കൊണോട്ടേറ്റീവ് മീനിങ്ങും ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് ഒരു പോയിട്രിയിൽ ബാലൻസ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളൊരു കാര്യം
ആൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഇനി ഈ ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററൽ മീനിങ്. ഓക്കെ, കൊണോട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡീപ്പർ മീനിങ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വേർഡ് എടുക്കാം. ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണോ ഡിക്ഷണറിയിലുള്ള മീനിങ്. ഡിനോട്ടേറ്റീവ്, ഡി ഫോർ ഡിക്ഷണറി ആലോചിച്ചാൽ മതി. ഡിനോട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ഷണറി മീനിങ്, ലിറ്ററൽ മീനിങ്, എന്താണോ കറക്റ്റ് മീനിങ് അതാണ്. ഇനി കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പറായിട്ട്, അപ്പോൾ അത് ആ ഒരു വേർഡിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു പോയറ്റിക്, അങ്ങനെ പറയാം, പോയറ്റിക് ഒരു ഡീപ്പർ മീനിങ് ആണ് കൊണോട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയണ്ടാവും, എന്നാലും ഞാൻ പറയാം. ഇനി കീ കോൺസെപ്റ്റ്, ടെൻഷൻ ഇൻ പോയട്രി. പോയട്രിയിലും ടെൻഷൻ ഉണ്ട്, പോയട്രിക്കും ടെൻഷൻ ഉണ്ട് എന്നാണ് ആൾ പറയുന്നത്. അപ്പൊ അലൻ ടേറ്റ്, ടേറ്റ് ഈസ് ഇക്വൽ ടു ടെൻഷൻ. ഓക്കെ, ആരാണ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് പറഞ്ഞത് നിങ്ങൾക്ക് മൈൻഡിൽ വന്നാലും ഓപ്ഷൻ നോക്കേണ്ടത് ടി വെച്ചിട്ടുള്ള ആളുണ്ടാവും. അലൻ ടേറ്റ്, ടേറ്റ് ഫോർ ടെൻഷൻ, അതാണ് നമ്മളെ കോഡ്. ടേറ്റ് ഫോർ ടെൻഷൻ, ആ ടീയും മാച്ച് ചെയ്ത് പഠിക്കാം. അപ്പം ടെൻഷൻ ഇൻ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നത് ആരാണ്? അലൻ ടേറ്റ് ആണ്. അതെന്താണ്? എ പോം സക്സസ് ലൈസ് ഇൻ ബിറ്റ്വീൻ ഇൻ ദ ബാലൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ലോജിക്കൽ ആൻഡ് ഇമോഷണൽ മീനിങ്. ഓക്കെ, ഒരു പോയത്തിന്റെ ഒരു സക്സസ് കിടക്കുന്നത്, പോയത്തിന്റെ സക്സസ് ഏതിലാണ് കിടക്കുന്നത്? ലോജിക്കൽ മീനിങ്ങും ഈ ഡിനോട്ടേറ്റീവ് മീനിങ്ങും കൊണോട്ടേറ്റീവ് മീനിങ്ങും ബാലൻസ്ഡ് ആയിട്ട് പോയാലാണ് ആ പോയം സക്സസ് ആവുള്ളൂ. അതാണ് ടെൻഷൻ ഇൻ പോയട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് മേജർ വർക്ക്സ് ആണ്. ഇതൊക്കെ നോക്കാം, എനിക്ക് ഇങ്ങനെ വായിക്കാൻ ശരിക്കും മടിയാണ്. സ്റ്റോൺ വാൾ ജാക്സൺ, ദ ഗുഡ് സോൾജിയർ 1928, ജെഫേഴ്സൺ ഡാവിസ്, ഹിസ് റൈസ് ആൻഡ് ഫോൾ 1929, ദ ഫാദേഴ്സ് 1938, ഹിസ് ഓൺലി നോവൽ, ആളുടെ ഓൺലി നോവലാണ് ഇത്, ദ ഫാദേഴ്സ് 1938. ഇനി റീസൺ ഇൻ മാഡ്നസ്, ഓൺ ദ ലിമിറ്റ്സ് ഓഫ് പോയട്രി, ദ ഫോൾ ഓൺ ഡെമോൺ, ദ മാൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ മോഡേൺ വേൾഡ് 1955, includes the essay tension in poetry. അപ്പൊ ടെൻഷൻ ഇൻ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ ഏത് വർക്കിലാണ്? ദ മാൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ മോഡേൺ വേൾഡ്. അത് എന്തായാലും ഇപ്പം തന്നെ പഠിച്ചോട്ടോ. നെക്സ്റ്റ് കളക്റ്റഡ് പോയംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രി കളക്ഷൻ ഉണ്ടായിരുന്നു, അത് നോക്കാം. ഇനി ടെൻഷൻ ഇൻ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിന്റെ പാർട്ട് 1 ക്രിട്ടിസൈസസ് പോയട്രി ദാറ്റ് ഫെയിൽസ് ഇൻ ക്ലിയർ ആൻഡ് ഡീപ്പർ മീനിങ്സ്. ക്ലിയറും ഡീപ്പർ മീനിങ്സിലും ഫെയിൽ ആയിട്ടുള്ള പോയട്രീനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് എന്ത്? പാർട്ട് 1. ഇനി പാർട്ട് 2 എന്താണ്? എംഫസൈസസ് പോയട്രി മസ്റ്റ് ബാലൻസ് ലോജിക് ആൻഡ് ഇമോഷൻസ്. ആള് പറയാണ് പോയട്രി എന്തായാലും ലോജിക്കും ഇമോഷൻസും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് ആൻഡ്രി മാർവലിന്റെ ഡണ്ണിന്റെ മെറ്റാഫിസിക്കൽ പോയട്രി ഇല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പാർട്ട് 2 പറയുന്നത്. മെറ്റാഫിസിക്കൽ പോയട്രിനെ പോലെ പോകണം എന്നാണ് പറയുന്നത്. ലോജിക്കും ഇമോഷൻസും ബാലൻസ് ചെയ്ത് പോകണം. ഇനി പാർട്ട് 3 ഹൈലൈറ്റ്സ് ഡാന്റീസ് ഇൻഫേർണോ. ഡാന്റേന്റെ ഇൻഫേർണോ ഹൈലൈറ്റ് ചെയ്ത് ആസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ടെൻഷൻ. അപ്പൊ ടെൻഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഡിനോട്ടേറ്റീവ് മീനിങ്ങും കൊണോട്ടേറ്റീവ് മീനിങ്ങും ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ആള് പറഞ്ഞതാണ് ഡാന്റേന്റെ ഇൻഫേർണോ. ഓക്കെ, അടുത്തത് RP ബ്ലാക്ക്മോർ ഇഷ്ടമുള്ള വിളിച്ചോ. RP ബ്ലാക്ക്മോർ ആണ് 1904 1965 നോക്കാം. അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആൻഡ് പോയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂ ക്രിറ്റിസം മൂവ്മെന്റ്. പറയണ്ടല്ലോ. എംഫസൈസ്ഡ് ഒബ്ജക്റ്റീവ് ഇൻഡിപെൻഡന്റ് ക്രിറ്റിസം ഓഫ് ലിറ്റററി ടെക്സ്റ്റ് വിതൗട്ട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. എല്ലാവരും ന്യൂ ക്രിറ്റിസത്തിൽ മെയിനായിട്ട് എന്താ പറയുന്നത്? ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ക്രിറ്റിസം ആയിരിക്കണം, വിത്തൗട്ട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോ ഓതറിന്റെ ബയോഗ്രഫി ഇല്ല, നോ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അതാണ് ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ ടെക്സ്റ്റ് ഈസ് എൻ ഓട്ടോണമസ് ഹോൾ ആൻഡ് ഷുഡ് ബി ജഡ്ജ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ മെറിറ്റ്സ്. ഇനി ആള് പറയണം എ ടെക്സ്റ്റ് ഈസ് എൻ ഓട്ടോണമസ് ഹോൾ. ആ ഒരു ഓട്ടോണമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ഇതിൽ കൊണ്ടുവന്നത് RP ബ്ലാക്ക്മോർ ആണ്. എ ടെക്സ്റ്റ് ഈസ് എൻ ഓട്ടോണമസ് ഹോൾ. ഇൻഡിപെൻഡന്റ് ആണ്, ഓട്ടോണമസ് ആണ്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. ഓട്ടോണമസ് കോളേജസ് ഇല്ലേ, ഇപ്പം കാലിക്കറ്റിൽ ദേവഗിരി കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോണമസ് കോളേജ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ പവർഫുള്ള് അതിനായിരിക്കും. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്
എക്സാം നടത്താനുള്ള പവറൊക്കെ ആ കോളേജിനുണ്ട്. അതാണ് ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പവർ. അപ്പൊ ടെക്സ്റ്റിന് ഓട്ടോണമസ് ആണ്, അതിന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. ആൻഡ് ഷുഡ് ബി ജഡ്ജ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ മെറിറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള മെറിറ്റ് വെച്ച് അതിനെ ജഡ്ജ് ചെയ്താൽ മതി, പുറത്തുള്ള ആരും വെച്ചിട്ട് അതിനെ ജഡ്ജ് ചെയ്യേണ്ടെന്നാണ് RP ബ്ലാക്ക്മാൻ പറയുന്നത്. ഓക്കെ. പ്രിഫേർഡ് അമേറ്റർ ക്രിറ്റിക്സ്. അമേറ്റർ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? സമ്മൺ ഹൂ റിവ്യൂസ് ക്രിയേറ്റീവ് വർക്ക്സ് ഫോർ പ്ലഷർ. ഒരു ക്രിയേറ്റീവ് വർക്കിന് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് പറയാ, റിവ്യൂ ചെയ്യുക. ഓക്കെ. നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ക്രിറ്റിക്സ് ആണ് അമേറ്റർ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അമേറ്റർ ക്രിറ്റിക്സ് ഇൻഡിപെൻഡന്റ്, ഇൻസ്റ്റിങ്റ്റീവ്. ഇനി ഓവർ പ്രൊഫഷണൽ ക്രിറ്റിക്സ്, റിജിഡ്, അക്കാഡമിക്. പ്രൊഫഷണൽ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ റിജിഡ് ആയിരിക്കും, ഓൺലി അക്കാഡമിക് ആയിരിക്കും, കുറേ റൂൾസ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഇയാൾ ആരെയാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് അമേറ്റർ ക്രിറ്റിക്സിനാണ് ഇയാൾക്ക് കൂടുതൽ ഇഷ്ടം, ഓവർ പ്രൊഫഷണൽ ക്രിറ്റിക്സ്. ഓക്കെ. Influence taught at Princeton University and contributed significantly to modern literary criticism. ഇതൊന്നും നോക്കണ്ട, ഞാൻ ജസ്റ്റ് വെറുതെ കൊടുത്തതാ. ഓക്കെ. ഇനി മേജർ വർക്ക്സ് നോക്കിയേ. ദ ഡബിൾ ഏജന്റ് 1935, Essays on Literary Craft and Analysis, The Expense of Greatness 1940, Exploration of Artistic Process, and A Critic's Job of Work 1950. അത് നോക്കുക. ലാംഗ്വേജസ് ഗെസ്ചർ 1952. ഇതൊക്കെ നിങ്ങൾക്കുള്ള പണിയാണ്, ഇതൊക്കെ നോക്കണം. ഫോം ആൻഡ് വാല്യൂ ഇൻ മോഡേൺ പോയട്രി 1957 എക്സാമിനേഷൻ ഓഫ് കോണ്ടംപററി പോയട്രി. ദ ലയൺ ആൻഡ് ദ ഹണികോം 1957, കളക്ഷൻ ഓഫ് എസ്സേസ് ഓൺ ലിറ്ററേച്ചർ ആൻഡ് ക്രിറ്റിസം. ഇതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഡ്യൂട്ടിയാണേ. ഓക്കെ. ഇനി കോൺസെപ്റ്റ്സ് നോക്കൂ. ടെക്സ്റ്റ് ആസ് എൻ ഓട്ടോണമസ് ഹോൾ. ഇങ്ങനെ പറഞ്ഞത് ആരാന്നൊക്കെ ചോദിക്കും ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതാരാണ്? RP ബ്ലാക്ക്മർ. ടെക്സ്റ്റ് ആസ് എൻ ഓട്ടോണമസ് ഹോൾ, മനസ്സിലായോ? ഓക്കെ. ലിറ്ററേച്ചർ ഷുഡ് ബി ജഡ്ജ്ഡ് ഇൻഡിപെൻഡന്റ്ലി, ഫ്രീ ഫ്രം ദ ഓതേഴ്സ് ബയോഗ്രഫി ഓർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. പറഞ്ഞ് മടുത്ത്. നിങ്ങൾക്ക് എന്നെ കേട്ടിട്ട് ഒന്നും ആകുന്നില്ല. എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ മടുത്ത്. ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഓതേഴ്സ് ബയോഗ്രഫി. ആള് പറയാണ് ആ ടെക്സ്റ്റ് ഒറ്റയ്ക്ക് തന്നെ അതിനുള്ള പവർ ഉണ്ട്, അധികാരമുണ്ട്. അതിന് ശരിക്കും പുറത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ആവശ്യമില്ല. ഓതറിന്റെ ബയോഗ്രഫി വേണ്ട, അതുപോലെ തന്നെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റും വേണ്ട. ദ റോൾ ഓഫ് എ ക്രിട്ടിക് ഇസ് ടു ഒബ്ജക്റ്റീവ്ലി അനലൈസ് ദ ടെക്സ്റ്റ്. ഒരു ക്രിട്ടിക്കിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്, ടെക്സ്റ്റിനെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാം, സബ്ജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവായിട്ട്. അമേറ്റർ ക്രിട്ടിക് ഹു റിലൈ ഓൺ instinct can provide more valuable insights than professional critics who might be confined by academic constraints. ആള് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ തന്നെയാണ്. അമേറ്റർ ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ ആള് ഇൻസ്റ്റിക്റ്റിനെ റിലൈ ചെയ്യും, നമ്മുടെ ഫീലിങ്സും ഇതൊക്കെ അതൊക്കെ നോക്കിയിട്ടാണ് ഒരു ക്രിട്ടിക്ക് ഒരു വർക്ക്, അമേറ്റർ ക്രിട്ടിക്സ്, നോൺ പ്രൊഫഷണൽ ക്രിട്ടിക്സ് ഒരു വർക്കിനെ അനലൈസ് ചെയ്യുക. പക്ഷെ പ്രൊഫഷണൽ ക്രിട്ടിക്സിന്റെ ഒരു എന്താ പറയാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് അക്കാഡമിക് റൂൾസിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ ആൾക്കാരായിരിക്കും. അവർക്ക് അക്കാഡമിക് എന്താ പറയുക ഒരു റൂൾസ് ഒക്കെ വെച്ചിട്ട് മാത്രമാണ് ടെക്സ്റ്റ് ക്രിട്ടിക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇത് എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആയില്ലേ നിങ്ങൾക്ക്? ഞാൻ ആദ്യം പറഞ്ഞത് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഇത് പറഞ്ഞെന്നേ ഉള്ളൂ, വായിച്ചു നോക്കാം. ഇനി നെക്സ്റ്റ് വില്യം എംസൺ 1906 to 1984, സ്റ്റുഡൻറ് ഓഫ് ഐ.എ. റിച്ചാർഡ്സ്. ഐ.എ. റിച്ചാർഡ്സിന്റെ സ്റ്റുഡൻ്റ് ആണ്. കോ എഡിറ്റഡ് ദ ലിറ്റററി മാഗസിൻ എക്സ്പെരിമെന്റ്. എംസൺ എക്സ്പെരിമെന്റ്, മനസ്സിലായോ? അതാണ് കോഡ്, എംസൺ എക്സ്പെരിമെന്റ്. കോ എഡിറ്റഡ് ലിറ്റററി മാഗസിൻ ഏതാണ്? എക്സ്പെരിമെന്റ്. ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ഇൻ ന്യൂ ക്രിറ്റിസം, പറയണ്ടല്ലോ അല്ലേ? ഓക്കെ. മേജർ വർക്ക്സ് നോക്കിയേ. 7 types of ambiguity. 7 എംസൺ 7. കാരണം ഞാൻ എന്താ അറിയോ ഇങ്ങനെ ഇതിന് കോഡ് വെച്ചത്, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും ഈ വർക്ക്. 7 types of ambiguity. 7 types of ambiguity 1930. പറഞ്ഞോ, എൻ്റെ കൂടെ തന്നെ പറഞ്ഞോ, 1930. എ പയനിയറിംഗ് വർക്ക് ഓൺ ലിറ്റററി ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ടുവന്നത് ഈ ഒരു വർക്കിലാണ്. ആംബിഗ്വിറ്റി, ആളാണ് ആംബിഗ്വിറ്റിനെ കുറിച്ച് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ആംബിഗ്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ ഈ
ആളുണ്ടാവും, വില്യം എംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാവും. അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. Some versions of pastoral 1935 analysis of the pastoral tradition in literature. The structure of complex words 1951 examines how words carry multiple meanings. ഇനി Milton's God 1961 a critical study of John Milton's portrayal of God in Paradise Lost. Milton's God എന്ന് പറഞ്ഞാൽ ജോൺ മിൽട്ടനെ പിന്നെ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്കാണ്. Using biography 1984 discusses the role of an author's biography in interpreting their works. ഓക്കെ, ഇനി നമുക്ക് കീ കോൺസെപ്റ്റ്സിലോട്ടേക്ക് കടക്കാം. 7 types of ambiguity നോക്കാം. Emerson argued that literary language carries multiple meanings and can be interpreted in various ways. ആള് പറയാണ്, ഒരു ലിറ്റററി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാവും. ഒരു ലിറ്റററി ലാംഗ്വേജിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനിങ്സ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ വില്യം എംസൺ ഹി ഐഡന്റിഫൈഡ് 7 types of ambiguity. അങ്ങനെ ആള് 7 types of ambiguity ഡിസ്കവർ ചെയ്യാണ്. അങ്ങനെ ഒരു ലിറ്റററി ലാംഗ്വേജിന് 7 types of മീനിങ്സ് വരുന്നുണ്ട്. ഓക്കെ, നോക്കാം 7 types of meanings എന്ന് ഉദ്ദേശിച്ചത് എന്താണ്. ഫസ്റ്റ്, മെറ്റഫർ. ഈ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ 2 different things are compared. 2 വസ്തുക്കൾ കമ്പയർ ചെയ്യാണ്. നോക്കോ, എക്സാമ്പിൾ, ഷീ ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ. മെറ്റഫർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാണ്, ഇതിൻ്റെ ഡ്യൂട്ടിയാണ് ഇത് നല്ലോണം എടുത്തു തരണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഷീ ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ. കമ്പയറിങ് ഹാർട്ട് ടു സ്റ്റോൺ. ഹാർട്ടിന് സ്റ്റോണുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് അൺഇമോഷണൽ. ആള് ഇമോഷണൽ അല്ല, ഒരു സ്റ്റോൺ, കല്ല് പോലത്തെ മനസ്സാന്ന് അറിയില്ലേ, ആ സാധനത്തിന് കല്ല് പോലത്തെ മനസ്സ്, ഒരു വികാരങ്ങളും ഇല്ലാത്ത ആളാന്ന് നമ്മൾ പറയില്ലേ, സെയിം. ഓക്കെ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ 2 different things are compared. ഡിഫറെൻറ്റ് തിങ്സ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ മീനിങ്സ് റിസോൾവ്ഡ് ഇൻ ടു 1. ഇനി വേറെ ടൈപ്പ് ഓഫ് ഒരു ലിറ്റററി ലാംഗ്വേജിന്റെ ഒരു മീനിങ് ആണ്. എങ്ങനെ വരും അറിയോ? വെൻ എ ഫ്രേസ് അലോസ് ഡിഫറെൻറ്റ് ഇന്റർപ്രിട്ടേഷൻസ്. ഒരു ഫ്രേസ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം, എക്സാമ്പിൾ നോക്കൂ, ഫ്ലൈയിങ് പ്ലെയിൻസ് ക്യാൻ ബി ഡേഞ്ചറസ്. ഓക്കെ, ഫ്ലൈയിങ് പ്ലെയിൻസ് ക്യാൻ ബി ഡേഞ്ചറസ് could mean flying planes is dangerous or planes that are flying are dangerous. മനസ്സിലായോ? 2 മീനിങ് ഉണ്ട് ഇതിന്. ഫ്ലൈയിങ് പ്ലെയിൻസ് ഇൻ ഡേഞ്ചറസ്, എല്ലാ പറക്കുന്ന ഫ്ലൈറ്റും പ്ലെയിൻസും ഡേഞ്ചറസ് ആണെന്ന് ഒരു മീനിങ് ഇനി വരുന്നുണ്ട്. ഇനി അടുത്തൊരു മീനിങ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻസ് ദാറ്റ് ആർ ഫ്ലൈയിങ് ആർ ഡേഞ്ചറസ്. ഓക്കെ, അങ്ങനെ ഒരു 2 മീനിങ് ഇതിന്, 2 മീനിങ് അല്ല, ഡിഫറെൻറ്റ് ഇന്റർപ്രിട്ടേഷൻസ് വരികയാണ് ഒരു ഫ്രേസിന്. അതാണ് രണ്ടാമത്തെ ആംബിഗിറ്റി ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത്തെ നോക്കിയോ, കോണ്ടെക്സ്റ്റൽ ഡ്യുവൽ മീനിങ്സ് നോക്കാം. വെൻ എ സിംഗിൾ വേർഡ് ഹാസ് ഡിഫറെന്റ് മീനിങ് ഡിപ്പെൻഡിങ് ഓൺ കോണ്ടെക്സ്റ്റ്. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ. കോണ്ടെക്സ്റ്റിനനുസരിച്ച് മീനിങ് പറ. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ഫാസ്റ്റ് കുഡ് ബി മീൻ ക്വിക്ക് ഓർ അബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ്. മനസ്സിലായോ? ഇവിടെ ഫാസ്റ്റിന് 2 മീനിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് എന്ന് ഒന്ന് ഉദ്ദേശിക്കുന്നത് ക്വിക്ക്, സ്പീഡ് എന്നുള്ളതാണ്. 2 അബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ്, അതായത് നമ്മുടെ നോമ്പ് നോക്കുക, ഫുഡിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു മീനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതാണ് കോണ്ടെക്സ്റ്റൽ ഡ്യുവൽ മീനിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കോൺഫ്ലിക്റ്റിംഗ് മീനിങ്സ്. ഡിഫറെൻറ്റ് മീനിങ്സ് കമ്പൈൻ ടു ഷോ ദ ഓതേഴ്സ് കോംപ്ലക്സ് തോട്ട്സ്. ഡിഫറെൻറ്റ് മീനിങ്സ് കമ്പൈൻ ചെയ്തിട്ട് ആ ഓതറിന്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ കോംപ്ലക്സ് ആയിരിക്കും ഓതറിന്റെ തോട്ട് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ നോക്കൂ, ഐ ഫീൽ അലൈവ് വെൻ ഐ ആം അലോൺ. എക്സ്പ്രസിങ് ബോത്ത് ഐസൊലേഷൻ ആൻഡ് സെൽഫ് ഡിസ്കവറി. ഇതിൽ 2ഉം പറഞ്ഞിട്ടുണ്ട്. ഐ ഫീൽ അലൈവ് വെൻ ഐ ആം അലോൺ. ഞാനൊന്ന് ജീവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നത് എപ്പോഴാണ്? ഞാൻ ഒറ്റക്കാകുമ്പോഴാണ്. അപ്പോൾ ഇതിൽ 2 സാധനം വരുന്നുണ്ട്. ബോത്ത് ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറി. നമ്മൾ സെൽഫ് ഡിസ്കവറി ഇതിലെന്താണ്? ആൾക്ക് ഇഷ്ടം എന്താണ്? ആൾക്ക് എലോൺ ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അതാണ് ആളുടെ ഒരു സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ. ഇനി ഐസൊലേഷൻ ഉദ്ദേശിച്ചത് എന്താണ്?
ആൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കണമെങ്കിൽ അലോൺ ആയിരിക്കണം. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കണം. അത് രണ്ട് മീനിങ് മനസ്സിലായോ? കോൺഫ്ലിക്റ്റിംഗ് മീനിങ്സ് ആണിത്. ഇനി നെക്സ്റ്റ് ഐഡിയ ഡിസ്കവറി ഡ്യൂറിങ് റൈറ്റിംഗ് നോക്കിയോ. ദ ഓതേഴ്സ് തോട്ട് പ്രോസസ് ഇവോൾവ് ഡ്യൂറിങ് റൈറ്റിംഗ്. എക്സാമ്പിൾ, ദ മോർ ഐ ലേൺ ദ ലെസ് ഐ നോ. ലേണിംഗ് റിവീൽസ് മോർ അൺനോൺസ്. ഐഡിയ ഡിസ്കവറി ഡ്യൂറിങ് റൈറ്റിംഗ് ഇതുകൊണ്ട് എന്താ പറയുക ഉദ്ദേശിച്ചത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റൈറ്റർ, ഒരു ഓതർ ഇപ്പം ഒന്നും അറിയില്ല, മെയിനായിട്ട് വലിയ നോളജ് ഒന്നും ഇല്ല. അപ്പം ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും പുതിയ കാര്യങ്ങൾ അറിയുന്നതും പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നതും. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദ മോർ ഐ ലേൺ ദ ലെസ് ഐ നോ. മനസ്സിലായോ? ഓക്കെ. ലേണിംഗ് റിവീൽസ് മോർ അൺനോൺസ്. നമുക്ക് ലേണിംഗ് എന്ത് തരും എന്ന് പറഞ്ഞാൽ കുറേ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലേണിംഗ് നമുക്ക് മീൻസ് അറിയാത്ത കുറേ അൺനോൺ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേണിംഗ് സഹായിക്കുന്നത്. ശരിക്ക് എന്താ പറയുക, വട്ടായി പോട്ടോ ഈ 7 ആംബിഗ്യൂറ്റീസ് പഠിച്ചു വരുമ്പോഴത്തേക്ക്. പക്ഷെ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും ഞാൻ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ എസ് എ ഒക്കെ എഴുതാൻ പോലത്തെ ഒരു ടൈപ്പ് സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരിക്കും ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേനും ഇത്ര നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെ പോവാന്നുള്ളതാണ്. ആ ആംബിഗ്യൂറ്റി എന്താണെന്നറിയാം. 7 ടൈപ്സ് ഓഫ് ആംബിഗ്യൂറ്റി, ജസ്റ്റ് എന്തൊക്കെ അതിൽ വരുന്നെന്നുള്ള ജസ്റ്റ് ചെറിയ പോയിന്റ്സ് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്ത് റീഡേഴ്സ് ഇന്റർപ്രിട്ടേഷൻ. വെൻ ദ ടെക്സ്റ്റ് ഹാസ് നോ ക്ലിയർ മീനിങ്, ലീവിങ് ഇന്റർപ്രിട്ടേഷൻ ടു ദ റീഡർ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒരു ആംബിഗ്യൂറ്റി ആണ് എന്ത്? എന്താ പറയുക, ദ ടെക്സ്റ്റ് ഹാസ് നോ ക്ലിയർ മീനിങ്. ടെക്സ്റ്റിന് ഒരു ക്ലിയർ ആയിട്ടുള്ള മീനിങ് ഉണ്ടാവില്ല. അതെന്തിനാ? റീഡേഴ്സിനെ കുറേ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നോക്കാം. ഇപ്പം എ ഡോർ ലെഫ്റ്റ് ഓപ്പൺ കുഡ് സജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓർ നെഗ്ലെക്ട്. അപ്പോൾ ഈ സെന്റൻസ് ഇവിടെ പറയുന്നത് ഒന്നെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ നെഗ്ലെക്റ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ബൈനറി ഒപ്പോസിഷൻസ്. ഓപ്പോസിറ്റ്സ് ടു യൂസ് ക്രിയേറ്റ് ടെൻഷൻ ഓർ മീനിങ്. ബൈനറി ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റർ സ്വീറ്റ് മെമ്മറീസ് കമ്പൈനിങ് ഹാപ്പി ആൻഡ് സാഡ് ഫീലിങ്സ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. ബിറ്റർ സ്വീറ്റ് മെമ്മറീസ്. ശരിക്കും ബിറ്ററും സ്വീറ്റും വേറെ വേറെ കോൺട്രഡിക്റ്ററി ടേംസ് ആണ്. പക്ഷെ അത് കൂടെ ചേർന്ന് ബിറ്റർ സ്വീറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വേർഡ് ആയില്ലേ? അപ്പോൾ അതാണ് സംഭവം ബൈനറി ഒപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി അടുത്ത റൈറ്ററാണ് ക്ലെൻത്ത് ബ്രൂക്സ്, 1906 to 1994. അമേരിക്കൻ ലിറ്റററി ക്രിറ്റിക് ആൻഡ് പ്രൊഫസർ, ലീഡിംഗ് ഫിഗർ ഇൻ ന്യൂ ക്രിറ്റിസം മൂവ്മെന്റ്. അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റഡ് ഫോർ ക്ലോസ് റീഡിംഗ് ഓഫ് ടെക്സ്റ്റ്, എംഫസൈസിങ് ഫോം ആൻഡ് സ്ട്രക്ചർ ഓവർ ഹിസ്റ്ററിക്കൽ ബയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ്. പറഞ്ഞ തന്നെ പറയണേ, അത് നോക്കേണ്ട ആവശ്യമില്ല. എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഐറണി ആൻഡ് പാരഡോക്സ് ഇൻ പോയട്രി. ഇയാൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഐറണി ആൻഡ് പാരഡോക്സ് ഇൻ പോയട്രി. പോയട്രിയിൽ എത്രത്തോളം ഐറണിയും പാരഡോക്സും അടിപൊളിയാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ക്ലെൻത്ത് ബ്രൂക്സ് മൈൻഡിൽ കേട്ടാൽ ഫസ്റ്റ് വരേണ്ട എന്താ അറിയോ? ഐറണി പാരഡോക്സ്. ഐറണി പാരഡോക്സ്. ക്ലെൻത്ത് ബ്രൂക്സ്, ഐറണി പാരഡോക്സ്, ബ്രൂക്സ് പാരഡോക്സ്. ഓക്കെ, മനസ്സിലായോ? ചെറിയൊരു കോഡ് തന്നേ ഉള്ളൂ. Taught at Yale University and was influential in shaping literary studies in 20th century. നോക്കണ്ട, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഓക്കെ. മേജർ വർക്ക്സ് നോക്കൂ. അണ്ടർസ്റ്റാൻഡിംഗ് പോയിട്രി, 1938. co-authored വിത്ത് റോബർട്ട് പെൻ വാറൻ, എ ഗൈഡ് ടു അണ്ടർസ്റ്റാൻഡിംഗ് പോയിട്രി. അതെന്തായാലും ആലോചിച്ച് വെക്കണം. co-authored വിത്ത് റോബർട്ട് പെൻ വാറൻ. നെക്സ്റ്റ് മോഡേൺ പോയിട്രി ആൻഡ് ദ ട്രഡീഷൻ, 1939 അണ്ടർസ്റ്റാൻഡിംഗ് ഫിക്ഷൻ 1943 co-authored വിത്ത് റോബർട്ട് പെൻ വാറൻ. ഇത് നിങ്ങൾ വായിക്കണം എന്തായാലും, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ചു പോവുക. ഇത് കൂടുതലെല്ലാം എടുത്ത് ഡിസ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അപ്പോൾ അത് നോക്കാൻ പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് ദ വെൽ റോട്ട് ഏൺ. ഇമ്പോർട്ടൻറ്റ് ബുക്കാണിത്. ദ വെൽ റോട്ട് ഏൺ, ക്ലെൻത്ത് ബ്രൂക്സ്, വെൽ റോട്ട് ഏൺ. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിക്കോട്ടോ. എന്താ ഇപ്പോൾ കണക്ഷൻ ഉണ്ടാക്കുക? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കി പഠിക്കുക. ക്ലെൻത്ത് ബ്രൂക്സ്, ദ വെൽ റോട്ട് ഏൺ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്, എന്തായാലും ഓർമ്മ. ഇപ്പം സ്റ്റഡീസ് ഓൺ സ്ട്രക്ചർ ഓഫ് പോയട്രി, 1947. ദ ടൈറ്റിൽ ടേക്കൺ ഫ്രം ജോൺ ഡെൻസ് പോം ദ കാനനൈസേഷൻ എക്സ്പ്ലോർസ് പോയറ്റിക് സ്ട്രക്ചർ. അപ്പോൾ ഈ ടൈറ്റിൽ എടുത്തത് എവിടുന്നാണ്? ജോൺ ഡെൻ്റെ കാനനൈസേഷൻ എന്ന് പറഞ്ഞ പോയത്തിനാണ്. ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് അടുത്തത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലെൻത്ത് ബ്രൂക്സിൻ്റെ
ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാരഡോക്സ് ഐറണി എന്നെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ആരാണ്? ക്ലെൻത്ത് ബ്രൂക്സ് ആണ്. അപ്പം essay arguing the paradox is essential to poetic language. പോയറ്റിക് ലാംഗ്വേജിന് പാരഡോക്സ് എന്ന് പറഞ്ഞ സംഭവം എസെൻഷ്യൽ ആണ് എന്നാണ് ഈ ഒരു എസ്സേയിൽ കൂടെ ആള് വാദിക്കുന്നത്. കീറ്റ്സ് സിൽവൻ ഹിസ്റ്റോറിയൻ, ഹിസ്റ്ററി വിതൗട്ട് ഫുട് നോട്ട്സ്, ആൻ അനാലിസിസ് ഓഫ് കീറ്റ്സ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആണ്. അപ്പം കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ടെക്സ്റ്റിലുള്ളത്. നെക്സ്റ്റ് നോക്കാം. Glenn Brooks discusses the concept of paradox in the Well-Written Studies in the Structure of Poetry 1947. അപ്പോൾ ഇതിൻ്റെ ഒരു സബ് ടൈറ്റിൽ ആലോചിച്ച് നോക്കണം. ഈ ഞാനിപ്പം തന്ന വർക്ക്സിൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ സബ് ടൈറ്റിൽസും യു ഷുഡ് റിമെമ്പർ. ഓക്കെ, എന്തായാലും സബ് ടൈറ്റിൽ ചോദിക്കും. നോക്കാം. പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഏത് വർക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്? വെൽ റോട്ട് ഏൺ സ്റ്റഡീസ് ഇൻ സ്ട്രക്ചർ ഓഫ് പോയട്രി, അതാണ് സബ് ടൈറ്റിൽ. 1947 ഇയർ നോക്ക്. വെൽ റോട്ടൺ പബ്ലിഷ് ചെയ്ത ഇയർ, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഇയർ ആണ് 1947. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. He uses paradox to explain how seemingly contradictory ideas in a poem can reveal deeper truths and meaning. എന്തിനാണ് ആള് പാരഡോക്സ് യൂസ് ചെയ്യണം, പാരഡോക്സ് ആണ് പോയത്തിൽ വേണ്ടത് എന്നൊക്കെ എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞത്? എത്ര കോൺട്രഡിക്ടറി ഐഡിയാസ്, രണ്ടും വേറെ വേറെ ദിശയിലുള്ള രണ്ട് ഐഡിയാസ് കൊണ്ടുവരാണ്. കോൺട്രഡിക്ടറി ഐഡിയാസ്, രണ്ടും പൊരുത്തപ്പെട്ടു പോവാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നിട്ട് അത് ഒരുമിച്ച് പറഞ്ഞാൽ എന്താണ്? റിവീൽസ് ഡീപ്പർ ട്രൂത്ത്, നല്ല ഉള്ളിലുള്ള മീനിങ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും പാരഡോക്സ് യൂസ് ചെയ്താൽ എന്നാണ് ആള് പറയുന്നത്. ഫോർ ബ്രൂക്സ് ദ പാരഡോക്സ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡിങ് ദ കോംപ്ലക്സിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് എ പോം. ബ്രൂക്സിന് ഒരു യൂണിറ്റി, പോയത്തിൻ്റെ ഒരു യൂണിറ്റിക്കും പോയത്തിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയും അതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം എന്നാണ് പറയുന്നത്? പാരഡോക്സ് ഈസ് എസെൻഷ്യൽ. മനസ്സിലായോ? ഇനി പാരഡോക്സ് എന്താണ്? എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് അപ്പിയർസ് സെൽഫ് കോൺട്രഡിക്ടറി ബട്ട് കണ്ടെയ്ൻസ് ഹിഡൻ ട്രൂത്ത്. ശരിക്കും പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് അപ്പിയർസ് സെൽഫ് കോൺട്രഡിക്ടറി. സ്റ്റേറ്റ്മെന്റ് സെൽഫ് കോൺട്രഡിക്ടറി ആണ്, സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, പക്ഷേ ഹിഡൻ ട്രൂത്ത് ഉണ്ടാവും ഉള്ളില്. എക്സാമ്പിൾസ് നോക്കിയോ. ലെസ് ഈസ് മോർ, ലെസ് ഈസ് മോർ. ഇവിടെ രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ലെസ്സും മോറും കോൺട്രഡിക്ടറി അല്ലേ, ഒരുപോലെ വരുന്നല്ലോ. അപ്പം ഈ ലെസ് ഈസ് മോർ എന്ന് പറയുമ്പോഴത്തേന് അതിൽ എത്ര മീനിങ്സ് വരുന്നുണ്ട്? കുറച്ചുള്ളതാണ്, കുറേ ഉള്ള, അത് മതി, കുറച്ച് മതി. ശരിക്കും ഇതിൻ്റെ ഒരു മീനിങ് ഞാൻ പറഞ്ഞുതരാം. ലെസ് ഈസ് മോർ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഒരു പൈസയില്ല, അപ്പോൾ ആള് പറയാ ലെസ് ഈസ് മോർ, ഇത് മതി, എനിക്ക് ഇത്ര ഉള്ളത് ഇതെനിക്ക് കുറേ ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഹിഡൻ ട്രൂത്ത്, ഹിഡൻ മീനിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത സെന്റൻസ് നോക്കി എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്. ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്, ഒരു അവസാനത്തിൻ്റെ ഒരു തുടക്കമാണത്. ഓക്കെ, അതിലൊക്കെ എത്ര ഹിഡൻ മീനിങ് ഉണ്ട്, നിങ്ങൾ അത് കണ്ടുപിടിക്കണേ. അതാണ് പാരഡോക്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി വേറൊരു കീ കോൺസെപ്റ്റ് ആണ് ഹെറസി ഓഫ് പാരഫ്രൈസ്. അതും ഈ വെൽ റോട്ട് ഏണ് തന്നെ ഉള്ള ഒരു എന്താണ് കീ കോൺസെപ്റ്റ് ആണ് ഹെറസി ഓഫ് പാരഫ്രൈസ്. നോക്കാം. The heresy of paraphrase refers to the idea that a poem cannot be fully captured or explained just by paraphrasing it. Heresy of paraphrase പറയുന്നത് a poem cannot be fully captured or explained. ഒരു poem ഒരിക്കലും പാരഫ്രൈസ് ചെയ്തിട്ട് മൊത്തത്തിൽ മീനിങ് പറയാൻ പറ്റില്ല. Brooks argues that when we try to paraphrase a poem, putting into simpler or prose form, ഒരു പോയത്തിനെ സിംപ്ലർ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ സിംപ്ലർ ആക്കുന്നതിനാണ് പാരഫ്രൈസിങ് എന്ന് പറയാം. ഓക്കെ, പാരഫ്രൈസിങ് എന്ന് പറയാം. ശരിക്കും ഈ പാരഫ്രൈസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് PGന്റെ ലാസ്റ്റ് പ്രോജക്റ്റ് തീസീസ് സബ്മിറ്റ് ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യണ്ടേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പാരഫ്രൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന്. ഓക്കെ, അന്നേരം മനസ്സിലാവും. ഇത് ചെയ്ത് കഴിഞ്ഞ ആൾക്ക് കത്തി ഉണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നതെന്നുള്ളത്. അപ്പം പാരഫ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു പോയത്തിനെ എടുക്കുക, അതിൻ്റെ സിംപ്ലർ ഫോം ആക്കുക, സമ്മറി വായിക്കുക. ഒരു പോയത്തിൻ്റെ സമ്മറി വായിച്ചാൽ ആ പോയത്തിൻ്റെ ഒറിജിനൽ വായിച്ച ഫീൽ കിട്ടൂല എന്നാണ് ആൾ പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? വി ലോസ് ദ എസെൻസ് ഓഫ് ഇറ്റ്സ് മീനിങ്. ഞാൻ പറഞ്ഞില്ലേ, ആ പാരഫ്രൈസ് ചെയ്ത്
ഒരു പോയത്തിനെ പാരഫ്രൈസ് ചെയ്താൽ അതിന്റെ എസെൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. Poetry relies on its structure, language, and rhythm, and these elements can't be fully conveyed in a straightforward paraphrase. അപ്പോൾ ഒരു പോയം പാരഫ്രൈസ് ചെയ്യുമ്പം അതിന്റെ റിതമും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ലാംഗ്വേജും എല്ലാം കൂടെ താറുമാറാവും. അപ്പോൾ അതിന്റെ ഒരു എസെൻസ് നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ ഹെറസി ഓഫ് പാരഫ്രൈസ് എന്താന്ന്? മീൻസ് പാരഫ്രൈസ് ചെയ്താൽ അതിന്റെ മീനിങ് പോകും. മനസ്സിലായില്ലേ? അടുത്തത് വില്യം കെ വിംസാറ്റ് ആൻഡ് മൊൺട്രോ ബെർട്സ്ലി. ഈ രണ്ടാളും കൂടെ പബ്ലിഷ് ചെയ്ത ഒരു വർക്ക് ഉണ്ട്, വെർബൽ ഐക്കൺ സ്റ്റഡീസ് ഇൻ ദ മീനിങ് ഓഫ് പോയട്രി 1954. ഇൻക്ലൂഡ്സ് എസ്സേസ് ഓൺ ഇന്റൻഷണൽ ഫാലസി ആൻഡ് എഫക്റ്റീവ് ഫാലസി. ഇന്റൻഷണൽ ഫാലസിയും എഫക്റ്റീവ് ഫാലസിയും എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു നെറ്റ് എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്, ഉറപ്പായിട്ടും വരും. ഞാൻ തള്ളുകയല്ല, ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും. ഞാൻ എഴുതിയ നെറ്റിനൊക്കെ എന്താണ് ഈ സംഭവം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നെറ്റ് എഴുതുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റൻഷണൽ ഫാലസി എന്താണ്, എഫക്റ്റീവ് ഫാലസി എന്താണ്. ഓക്കെ, അപ്പം വേർബൽ ഐക്കൺ ആ ഒരു ടെക്സ്റ്റിലാണ്. അതിൻ്റെ സബ് ടൈറ്റിൽ ഓർമ്മിച്ച് വെക്കണം, ഡേറ്റ് ഓർമ്മിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് എഴുതിയത്? രണ്ടാളും കൂടെ എഴുതിയാണ്, വില്യം കെ വിംസാറ്റും മൊൺട്രോ ബെർട്സ്ലിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹേറ്റ്ഫുൾ കോൺട്രറീസ് സ്റ്റഡീസ് ഇൻ ദ ലിറ്ററേച്ചർ ആൻഡ് ക്രിറ്റിസിസം. അത് വില്യം കെ വിംസാറ്റ് മാത്രം എഴുതിയ ബുക്കാണ്. നോക്കാം, ഇന്റൻഷണൽ ഫാലസി എന്താണ്? ഇറ്റ്സ് വെൻ യു ട്രൈ ടു ഫിഗർ ഔട്ട് വാട്ട് ദ ഓതർ വാസ് ട്രൈങ് ടു സേ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. ഒരു ടെക്സ്റ്റിനെ നോക്കാതെ അല്ലാണ്ട് ആ ഓതർ എന്താണ് വിചാരിച്ചത്, ഓക്കെ, ആ ഓതർ എന്ത് കരുതി, ആ ഓതറിന്റെ ഇന്റൻഷൻ എന്താണ്, അങ്ങനെ നമ്മൾ ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നതിനാണ് ഇന്റൻഷണൽ ഫാലസി. അതൊരു തെറ്റാന്നാ പറയുന്നത് ശരിക്കും, ഇന്റൻഷണൽ ഫാലസി. ഓക്കെ, മനസ്സിലായോ? ഒരു ഓതറിന്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഒരു ബുക്കിനെ അനലൈസ് ചെയ്യാൻ പാടില്ല. ഓതറിന്റെ ഫീലിങ്സ് എന്താണോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഓതറിന്റെ ഇതെല്ലാം കഴിഞ്ഞ്, ഓതറിന്റെ എല്ലാം കഴിഞ്ഞ്, ഡ്യൂട്ടീസ് കഴിഞ്ഞ്, എന്നിട്ട് നമ്മൾ ഓതറിനെ നോക്കരുത് എന്നാണ് ഇതിനോട് കൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി എഫക്റ്റീവ് ഫാലസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെൻ യു ജഡ്ജ് എ ബുക്ക് ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് മേക്സ് യു ഫീൽ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ദ ആക്ച്വൽ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. ശരിക്കും ഒരു ടെക്സ്റ്റിന്റെ ആക്ച്വൽ മീനിങ് നോക്കുന്നതിന് പകരം ഈ ടെക്സ്റ്റ് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു, എനിക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്തു, അതൊരു എഫക്റ്റീവ് ഫാലസി. അതൊരു തെറ്റാണ് ശരിക്കും. എഫക്റ്റീവ് ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അങ്ങനെ ബുക്ക് അനലൈസ് ചെയ്യാൻ പാടില്ല എന്നതാണ് പറയുന്നത്. രണ്ട് ഫാലസിയാണുള്ളത്. എന്ത്? ഇന്റൻഷണൽ ഫാലസി. ഇന്റൻഷണൽ ഫാലസി എന്ന് പറഞ്ഞാൽ ഓതറുടെ ഇന്റൻഷൻ നോക്കിയിട്ട് ഒരു ബുക്കിനെ അനലൈസ് ചെയ്യാൻ പാടില്ല. എഫക്റ്റീവ് ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ബുക്കിനെ അനലൈസ് ചെയ്യാൻ പാടില്ല. അത്ര ആളൂ കേട്ടോ, സിമ്പിൾ ആണ്. ഇനി അഗ്രേറിയൻ ഫ്യൂജിറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്. നോക്കാം നമുക്ക് അതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. The agrarian fugitive movement was a literary movement associated with a group of scholars and poets at Vanderbilt University. ഏത് യൂണിവേഴ്സിറ്റിയിലെ പോയിറ്റ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വാൻഡർബിൽറ്റ് യൂണിവേഴ്സിറ്റി. They published a literary magazine called Fugitive. അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ലിറ്റററി മാഗസിൻ ആണ് ഫ്യൂജിറ്റീവ്. ആർ നോൺ ഫോർ ദിയർ സ്റ്റാൻഡ്സ് ഓൺ ഡിഫെൻഡിങ് സദേൺ അഗ്രികൾച്ചർ ലൈഫ് ആൻഡ് കൾച്ചർ. ഇനി in 1930 they published the Southern Agrarian Manifesto. 1930 അവർ സദേൺ അഗ്രേറിയൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെയിമാണ് ഐ വിൽ ടേക്ക് മൈ സ്റ്റാൻഡ് ദ സൗത്ത് ആൻഡ് ദ അഗ്രേറിയൻ ട്രഡിഷൻ. അതാണ് ആ മാനിഫെസ്റ്റോന്റെ നെയിം. വിച്ച് ഇൻക്ലൂഡഡ് എസ്സേസ് ബൈ 12 ഓതേഴ്സ്. ആ ടെക്സ്റ്റിൽ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 12 ഓതേഴ്സിന്റെ എസ്സേസ് വരുന്നുണ്ട്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കൊടുത്തതാണ്. ആരൊക്കെയാണ് ഈ റൈറ്റേഴ്സ്? ആ 12 ഓതേഴ്സ് ആണ് ഇവരൊക്കെ. ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതിൽ വരുന്ന നോക്ക്, അലൻ ടേറ്റ്, റോബർട്ട് പെൻ അലൻ ടേറ്റിനെ കണ്ടില്ലേ? അതുപോലെ തന്നെ ജോൺ ക്രോ റാൻസം കണ്ടില്ലേ? ഇവരൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഇവരൊക്കെ ന്യൂ ക്രിറ്റിസിസത്തിൽ ഇപ്പം പഠിച്ചല്ലേ. അപ്പൊ എന്തിനാണ് ഞാൻ ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ദ അഗ്രേറിയൻ ഫ്യൂജിറ്റീവ് മൂവ്മെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂ ക്രിറ്റിസിസം. ഈ അഗ്രേറിയൻ ഫ്യൂജിറ്റീവ് മൂവ്മെന്റ് വളരെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തുമായിട്ട്? ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ മൂവ്മെന്റുമായിട്ട് വളരെ അധികം ക്ലോസ് ബന്ധമുണ്ട്. ബിക്കോസ് എന്താണ്? ബിക്കോസ് മെനി ഓഫ് ഇറ്റ്
ഇറ്റ്സ് കീ മെമ്പേഴ്സ് പാർട്ടിക്കുലർലി ആരൊക്കെ? ജോൺ ക്രോ റാൻസമും അലൻ ടേറ്റും റോബർട്ട് പെൻ വാരനും എല്ലാവരും ഇതിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ ക്രിറ്റിസത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഗ്രേറിയൻ ഫ്യൂജിറ്റീവ് മൂവ്മെന്റും ന്യൂ ക്രിറ്റിസം തമ്മിൽ നല്ല ബന്ധമാണ്. മനസ്സിലായോ? ഒരാൾ അടുത്തത് ചിക്കാഗോ സ്കൂൾ ഓഫ് ക്രിട്ടിക്സ് അഗെയിൻസ്റ്റ് ന്യൂ ക്രിട്ടിക്സ്. ചിക്കാഗോ സ്കൂൾ ഓഫ് ക്രിട്ടിക്സ് വന്നത് ഈ ന്യൂ ക്രിറ്റിസത്തിന് എതിരെ ആയിട്ടാണ്. മനസ്സിലായോ? എ ഗ്രൂപ്പ് ഓഫ് അമേരിക്കൻ ഫോർമലിസ്റ്റ് ക്രിട്ടിക്സ് ഹു ഒപ്പോസ്ഡ് ന്യൂ ക്രിറ്റിസം. ഞാൻ പറയണ്ടല്ലോ, അവര് ന്യൂ ക്രിറ്റിസത്തിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. ദേ ബിലീവ്ഡ് ഇൻ എ പ്ലൂറലിസ്റ്റ് അപ്രോച്ച് മീനിങ് ലിറ്ററേച്ചർ ഷുഡ് ബി അനലൈസ്ഡ് ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ഇവരെന്താന്ന് പറയുന്നത്, ശരിക്കും ലിറ്ററേച്ചറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അല്ല, ഒബ്ജക്റ്റീവ് അല്ല, ആ ശരിക്കും മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും ശരിക്കും. അതാണ് ഇവർ പറയുന്നത്. ശരിക്കും ഇവർ പറഞ്ഞത് ശരി തന്നെയല്ലേ? ലീഡർ ആരാണ്? ഇതിന്റെ ലീഡർ ആരാന്ന് പറഞ്ഞാൽ R.S. ക്രെയിൻ ആണ് ലീഡർ. ഹൂ സപ്പോർട്ടഡ് അരിസ്റ്റോട്ടിൽസ് പ്ലൂറലിസം ഫോക്കസിങ് ഓൺ വേരിയസ് എലമെന്റ്സ് ഓഫ് ലിറ്ററേച്ചർ. അപ്പം ആള് എന്തിനാണ് R.S. ക്രെയിൻ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്തത്? അരിസ്റ്റോട്ടിലിന്റെ പ്ലൂറലിസത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോക്കസിങ് ഓൺ വേരിയസ് എലമെന്റ്സ് ഓഫ് ലിറ്ററേച്ചറിലുള്ള വേരിയസ് എലമെന്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആളാണ് R.S. ക്രെയിൻ. നോൺ ആസ് ദ ന്യൂ അരിസ്റ്റോട്ടീലിയൻ സ്കൂൾ. അപ്പൊ ഈ ചിക്കാഗോ സ്കൂൾ ഓഫ് ക്രിട്ടിക്സിനെ എന്തും പറയുന്നുണ്ട്? ന്യൂ അരിസ്റ്റോട്ടീലിയൻ സ്കൂൾ എന്നും പറയുന്നുണ്ട്. ദേ എംഫസൈസ്ഡ് പ്ലോട്ട്, ക്യാരക്ടർ, ഫോം ആൻഡ് ജോൺറെ rather than ഫോക്കസിങ് ഓൺലി ഓൺ ലാംഗ്വേജ് ആൻഡ് ഡിക്ഷൻ. ഇപ്പൊ ന്യൂ ക്രിറ്റിസിസം ആൾക്കാരെന്താ ചെയ്തത്? ന്യൂ ക്രിറ്റിസം ആൾക്കാരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടെക്സ്റ്റിന്റെ ലാംഗ്വേജിനെയും അതിന്റെ ഡിക്ഷനെയും അതിന്റെ മീനിങ്ങിനെയൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത്. ബട്ട് ചിക്കാഗോ സ്കൂൾ ഓഫ് ക്രിട്ടിക്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അതിലെ പ്ലോട്ട് എങ്ങനെയാണ്, അതിലുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ആ ജോൺറെ. ഇപ്പൊ നോവലാണെങ്കിൽ പല ജോൺറേസ്, ഇപ്പൊ ഗോത്തിക് നോവൽസ് ഉണ്ടാവും, ബിൽഡിംഗ് സ്റ്റോമൻ ഉണ്ടാവും, അങ്ങനെ ആ ജോൺറേന്റെ പ്രത്യേകത എന്താണ് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇവര് മെയിനായിട്ട് വെറൈറ്റി ഓഫ് സാധനത്തിനെ നോക്കിയിട്ടുണ്ട് ഒരു ടെക്സ്റ്റിൽ. പക്ഷേ ന്യൂ ക്രിറ്റിസം എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്? ലാംഗ്വേജും ഡിക്ഷനും. മനസ്സിലായോ? അപ്പൊ ന്യൂ അരിസ്റ്റോട്ടീലിയൻ, അരിസ്റ്റോട്ടലിന്റെ പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഈ അരിസ്റ്റോട്ടിൽ മെയിൻ ആയിട്ട് പ്ലോട്ടും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ മെയിൻ ആയിട്ട് പറഞ്ഞ ആളാണ്. അപ്പൊ അതിനെ കൊണ്ടാണ് ന്യൂ അരിസ്റ്റോട്ടീലിയൻ സ്കൂൾ എന്ന് നെയിം ആയത്. മനസ്സിലായോ? ഇനി കീ ഫിഗേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഉണ്ട് ചിക്കാഗോ സ്കൂൾ ഓഫ് ക്രിട്ടിക്സിൽ. അപ്പൊ അതിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ് R.S. ക്രെയിൻ, റിച്ചാർഡ് മെക്യോൺ, എൽഡർ ഓസ്ലോൺ, ബേർണാർഡ് വെയിൻബോം, W.R. കീസ്റ്റ്, നോർമൻ മെക്ലീൻ. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇനി സെക്കൻഡ് ജനറേഷനിൽ വെയിൻസി ബൂത്ത് ആണ് ലീഡർ ആയിട്ട് വരുന്നത്. ഫസ്റ്റിൽ ആരേനു? R.S. ക്രെയിൻ ആണ്. സെക്കൻഡ് ജനറേഷനിൽ വെയിൻസി ബൂത്ത് ആണ് ലീഡർ. ഇനി മെമ്പേഴ്സിനെ നിങ്ങൾ വായിച്ചു നോക്കാം. നെക്സ്റ്റ്, ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് വർക്ക്സ് ഉണ്ട്. ചിക്കാഗോ സ്കൂൾ ഓഫ് ക്രിട്ടിക്സ് എഴുതിയ കുറച്ച് വർക്ക്സ് നോക്കാം. ക്രിട്ടിക്സ് ആൻഡ് ക്രിറ്റിസം Ancient and Modern 1952 edited by R.S. Crane argued that criticism should focus on genre and author's intention. ഇവർ മെയിനായിട്ട് പറയുന്നത് ആ ക്രിറ്റിസം ജോൺറയിൽ ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ ഓതേഴ്സിന്റെ ഇന്റൻഷനെയും ഫോക്കസ് ചെയ്യണം. ന്യൂ ക്രിറ്റിസിസം പക്ഷെ എന്തായിരുന്നു പറഞ്ഞത്? നോ ഓതേഴ്സ് ബയോഗ്രഫി. ഓതേഴ്സ് ബയോഗ്രഫി ഒരിക്കലും അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂ ക്രിറ്റിസം. മനസ്സിലായോ? ഇവര് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ്. ഇനി അടുത്തത് ദ ലാംഗ്വേജസ് ഓഫ് ക്രിറ്റിസം ആൻഡ് സ്ട്രക്ചർ ഓഫ് പോയട്രി 1953. R.S. ക്രെയിൻ ആണ്. ഡിസ്കസ്ഡ് ഡിഫറെന്റ് അപ്രോച്ചസ് ടു അനലൈസിങ് പോയട്രി. പോയട്രി അനലൈസ് ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് അപ്രോച്ചസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ദ റെട്ടറിക് ഓഫ് ഫിക്ഷൻ 1961 അത് റിവൈസ് ചെയ്തത് 1983 ദ റെട്ടറിക് ഓഫ് ഫിക്ഷൻ എഴുതിയത് ആരാണ്? വെയിൻസി ബൂത്ത് ആണ്. ഫോക്കസ്ഡ് ഓൺ ഹൗ നറേറ്റീവ് ടെക്നിക്സ് ഷേപ്പ് ഫിക്ഷൻ. ഓക്കെ, അത് നിങ്ങൾ വായിച്ചു നോക്കാം. കഴിഞ്ഞു മക്കളെ, ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻസ് PYQs ആണ് ഇത്. വില്യം എംസൺസ് 7 types of ambiguity ഈസ് എന്തായിരുന്നു? എ സ്ട്രക്ചറലിസ്റ്റ് സ്റ്റഡി ഓഫ് നെറേറ്റീവ് ആണോ? എ പീസ് ഓഫ് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസം ആണോ? അനാലിസിസ് ഓഫ് പോയറ്റിക് ആംബിവാലൻസ്, സ്റ്റഡി ഓഫ് ദ മീഡിയ. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് പോക്കാൻ പറ്റുന്ന സാധനം വില്യം എംസന്റെ 7 types of ambiguity എന്നല്ല, എ പീസ് ഓഫ് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസം അല്ല. ഓക്കെ, കാരണം ഈ വില്യം എംസൺ എന്ന് പറഞ്ഞ ആൾ തന്നെ ന്യൂ ക്രിട്ടിക് ആണ്. അപ്പൊ എന്തായാലും സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസത്തിൽ ആള് വരില്ല. ഇനി സ്റ്റഡി ഓഫ് ദ മീഡിയ ഒരിക്കലും അല്ല. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസ്റ്റ് സ്റ്റഡി ഓഫ് നെറേറ്റീവും
അനാലിസിസ് ഓഫ് പോയറ്റിക് ആംബിവാലൻസും. അപ്പോൾ അവിടെ ആംബിവാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് കണ്ടില്ലേ, അതാണ് നമ്മുടെ ആൻസറിലേക്കുള്ള കീവേഡ്. അപ്പോൾ ആൻസർ എന്താണ്? അനാലിസിസ് ഓഫ് പോയറ്റിക് ആംബിവാലൻസ്, മിക്സ്ഡ് ഇമോഷൻസ്. ഓക്കെ, ആൻസർ നോക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് വില്യം എംസൺ. ഇനി വില്യം എംസന്റെ ഈ പറഞ്ഞ താഴെ തന്ന വർക്ക്സിൽ ക്രിട്ടിക്കൽ സ്റ്റഡി അല്ലാത്തത് മീൻസ് ഒരു പോം ആയിരിക്കാം, നോവൽ ആയിരിക്കാം. അവർ ഉദ്ദേശിക്കുന്നത്, ആൻസർ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ പോം, നോവൽ, അങ്ങനെയാണ്. അല്ലാണ്ട് അതായത് ക്രിട്ടിക്കൽ സ്റ്റഡി അല്ല. മനസ്സിലായോ? അതല്ലാത്തത് ഏതാണ്? ദ ഡയേഴ്സ് ഹാൻഡ് ആണ് ആൻസർ. ഇനി നെക്സ്റ്റ്, ഇൻ ന്യൂ ക്രിറ്റിസം ദ കീ ടേം ടെൻഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത്. അത് നിങ്ങളിപ്പം പറയണം. ഞാൻ പറഞ്ഞ ഒരു കോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ടെൻഷൻ ഇസ് ഈക്വൽ ടു ടേറ്റ്, അലൻ ടേറ്റ്. ഓക്കെ, ടെൻഷൻ അലൻ ടേറ്റ് ടെൻഷൻ. മാറിപ്പോണ്ട, ഞാൻ പറഞ്ഞ എന്നെ പറയും. നിങ്ങൾ പഠിക്കണേ അങ്ങനെ തന്നെ രക്ഷയുള്ളൂ. ഞാൻ എന്തായാലും പറഞ്ഞ എന്നെ പറയൂ കേട്ടോ. ടേറ്റ് ഇസ് ഈക്വൽ ടു ടെൻഷൻ. In practical criticism, I.A. Richards links 4 kinds of meanings in the most human utterance of 4 aspects. 4 types of meanings പ്രാക്ടിക്കൽ ക്രിറ്റിസത്തിൽ I.A. റിച്ചാർഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? അതിന് ഞാനൊരു കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. SFI എന്ന് പറഞ്ഞ പാർട്ടി മാറ്റിയിട്ട് നമ്മളൊരു പുതിയ പാർട്ടി ഫോം ചെയ്തിരുന്നു. അതേതായിരുന്നു? SFTI. ഏതായിരുന്നു? SFTI. ടി വന്നിട്ടോ. അപ്പൊ നോക്ക്, സെൻസ്, ഫീലിംഗ്, ടോൺ, ഇന്റൻഷൻ. SFTI. SFI അല്ല, SFTI. നമ്മൾ പുതിയ പാർട്ടി ഫോം ചെയ്താണ്. ഞാൻ പറഞ്ഞില്ലേ, അവര് ഓപ്ഷൻസ് മാറ്റിയിട്ട് കൊടുത്താണ്ടോ നിങ്ങള്? അതാണ്. ഓക്കെ, അടുത്തത്, ഫ്രം ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ് ദ ക്രിട്ടിക് ഹു ഇസ് നോട്ട് എ ന്യൂ ക്രിട്ടിക്. ഇതിലെ ന്യൂ ക്രിട്ടിക് അല്ലാത്ത ആൾ ആരാണ്? അലൻ ടേറ്റ് ന്യൂ ക്രിട്ടിക് ആണ്, റോബർട്ട് പെൻവാറൻ ന്യൂ ക്രിട്ടിക് ആണ്, ക്ലെൻസ് ബ്രൂക്സ് ന്യൂ ക്രിട്ടിക് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കേൾക്കാത്തൊരു പേര് എന്ന് പറഞ്ഞാൽ ക്ലോഡ് ലെവി സ്ട്രോസ് ആണ്. ഓക്കെ, അതിന്റെ ആൻസർ വരുന്നത് ക്ലോഡ് ലെവി സ്ട്രോസ്. ഓക്കെ ഗൈസ്, ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി പക്ഷെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് വലിയൊരു തിയറിയാണ്. ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സിനെ പഠിച്ച് കീ ടേംസ് പഠിച്ച്. അപ്പോൾ ഈ ക്ലാസ് കേട്ടാൽ വേർത്താണ് നിങ്ങൾക്ക്. ഒരിക്കലും ചടച്ച് കൂടി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി. കാരണം കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ റഷ്യൻ ഫോർമലിസം കംപ്ലീറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ന്യൂ ക്രിറ്റിസം കംപ്ലീറ്റ് ചെയ്ത്. ഐ എം ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വലിയ 2 തിയറിയാണ് നമ്മൾ തീർത്തത്. അപ്പം നിങ്ങളും ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുവരണം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയാണ്, എല്ലാവരും പഠിക്കുക. എല്ലാ വർക്ക്സിൻ്റെ പബ്ലിഷ് ഡേറ്റും എല്ലാം ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് പഠിച്ചു വെക്കുക. ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പം ഹാപ്പി ലേണിംഗ്. താങ്ക് യു.